ഇപ്പോൾ ഇന്ന് ഞാനിത് ആരംഭിക്കുമ്പോൾ ഞാൻ ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനം കാണുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും ഗുരുതരമായ നിർണായകമായ പ്രശ്നം ഈ മഹാമാരിയുടേതാണ്, അതുകൊണ്ട് എനിക്ക് മറ്റൊന്നും ചിന്തിക്കാനാകുന്നില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം 1 മണിക്കൂർ നീണ്ടു നിന്ന ഒരു പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം ഈ മഹാമാരിയുടെ ഏറ്റവും ആസന്നമായ വിവരങ്ങളെപ്പറ്റി പറയാൻ വേണ്ടി വിനിയോഗിച്ചത് ഏതാണ്ട് 3 മിനിറ്റാണ്. അതിൽ ഈ പറഞ്ഞതുപോലെ അതിൻ്റെ ടൈറ്റിൽസ് വരുമ്പോൾ പോലും എത്ര പേര് രോഗവിമുക്തരായി എന്ന കണക്ക് പോലും പറയാൻ അദ്ദേഹം വിട്ടുപോയി. പിന്നെ ചില നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിൻ്റെ ഒരു ഔത്സുക്യമാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു അഭിമുഖത്തിൽ. അല്ലെങ്കിലും ഈ എന്തിനാണിപ്പോൾ ഒരു പ്രസ് കോൺഫറൻസ് വിളിച്ചു കൂട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ പറയുവാനും ഈ BJP-ക്കാരുടെ വോട്ട് എങ്ങോട്ടാണ് മറിഞ്ഞതെന്നും തിരിഞ്ഞതെന്നും അതുകൊണ്ട് ഇവിടെ ഭൂരിപക്ഷം കുറഞ്ഞെന്നും കൂടിയെന്നും ഇതൊക്കെ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഇപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഈ US നിയോ ലിബറൽ ശക്തികളുടെ ഒരു കോളനിയായി തീർന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ പാർട്ടി ഇപ്പോൾ പറഞ്ഞില്ലേ, ആരുടെ തുടർച്ചയാണ്, അത് ഉമ്മൻചാണ്ടിയുടെ തുടർച്ചയാണെന്നോ അത് മോഡിയുടെ തുടർച്ചയാണെന്നോ ഒക്കെ ഉള്ള കാര്യത്തിൽ നമ്മൾ സംശയം ഉന്നയിക്കേണ്ട കാര്യമില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ അതേ പോളിസി മാത്രമേ അവർക്ക് പിന്തുടരാൻ പറ്റൂ. അതുകൊണ്ട് ഇത് വന്നതിൽ എന്തെങ്കിലും വലിയ വ്യത്യാസമുണ്ട്, ഇപ്പോൾ കേരളം സെക്കുലർ ആയതുകൊണ്ട് ഇങ്ങനെ വോട്ട് ചെയ്തു എന്നുള്ളതല്ല. അതായത് ഇനിയും തുടർന്നും കേരളത്തെ വിൽക്കാനും കേരളത്തെ ജനങ്ങളെ ഈ കുരുതി കൊടുക്കുവാനുമുള്ള അവകാശം എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടാകണമെന്ന നിർബന്ധ ബുദ്ധിയോടെ ചില ഒത്തുതീർപ്പുകളിൽ വഴങ്ങുകയും ആ ഒത്തുതീർപ്പുകളുടെ അടിസ്ഥാനത്തിൽ ചില ധാരണകൾ ഉണ്ടാക്കുകയും ചെയ്ത ഒരു കക്ഷിക്ക് അങ്ങനെ ഒരു വിജയമുണ്ടായി. അതിൽ അദ്ദേഹത്തിന് ആഹ്ലാദിക്കാം, അഭിമാനിക്കാം, ജനം മുഴുവൻ അദ്ദേഹത്തിൻ്റെ കൂടെയാണെന്ന് പറയാം, അതിൽ എല്ലാ ദിവസവും വലിയ വായിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യാം. പക്ഷേ അദ്ദേഹം ഇന്നലെയും അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ജനങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്ന ശാസ്ത്രീയ അടിസ്ഥാനമില്ലാത്ത ഒരു പ്രവർത്തനത്തിന് അറുതി വരുത്താൻ തയ്യാറല്ലെന്നും അദ്ദേഹം വീണ്ടും ആളുകളെ ശ്വാസം മുട്ടിക്കാനാണ് ശ്രമിക്കുന്നതെന്നും സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടി ഒരു ലോക്ക്ഡൗൺ ഏർപ്പെടുത്താമെന്നും ഉള്ള ഒരു വാഗ്ദാനമാണ് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. യഥാർത്ഥത്തിൽ കഷ്ടം തോന്നുന്നു. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മളീ പറഞ്ഞില്ലേ, ഇത് ഈ നമ്മുടെ രാജ്യത്തെ ചികിത്സാ സമ്പ്രദായം ആർക്ക് അടിമപ്പെടുന്നു എന്നുള്ളതിനേക്കാളേറെ ഇത് ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത ഒരു സംസ്ഥാനമായി നമ്മൾ മാറുന്നു. നമ്മുടെ പ്രബുദ്ധത എന്ന് പറയുന്നത് ഒരു വട്ടപൂജ്യം മാത്രമാണെന്നും ഒരു ഒഫീഷ്യൽ വെർഷനെ, ഒരു ഔദ്യോഗികമായി നമുക്ക് അധികാരസ്ഥാനത്ത് നിന്ന് കിട്ടുന്ന ഒരു വൈദ്യശാസ്ത്ര വിശദീകരണത്തെ അതേപടി വിഴുങ്ങിക്കൊണ്ട് നമ്മളൊക്കെ മുഖംമൂടിയും ധരിച്ച് റോഡിലൂടെ പോകുന്ന ആ ഒരു ദുരന്ത കാഴ്ച അത് ഒഴിവാക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതുമാണ്. അതായത് വളരെ പ്രസക്തമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ടേബിളിലും ഇതിൻ്റെ ശാസ്ത്രീയതയെക്കുറിച്ച്, നിങ്ങൾ നടത്തുന്ന ഈ കൂട്ട ടെസ്റ്റിൻ്റെ ശാസ്ത്രീയത ചോദ്യം ചെയ്തുകൊണ്ട് ഒരാൾ പോലും എഴുന്നേറ്റ് നിന്ന് ചോദിക്കുന്നില്ല. ഇദ്ദേഹം വൈകിട്ട് വായ തുറന്ന് ഈ പറഞ്ഞില്ലേ കണക്കുകൾ പറയുമ്പോൾ ഈ കണക്കുകളുടെ ശാസ്ത്രീയ അടിസ്ഥാനം എന്താണ് എന്ന് ഒരാൾ പോലും വായ തുറന്ന് ചോദിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഈ മാധ്യമധർമ്മത്തിൻ്റെ സവിശേഷത. കാര്യം വെച്ചാൽ വഴങ്ങിക്കൊടുക്കാനും ചുരുണ്ടുകൊടുക്കുവാനും പിന്നെ വിജയശ്രീ ലാളിതനായി വന്നിരിക്കുന്ന ഈ നാട് മുഴുവൻ പിടിച്ചടക്കിയിരിക്കുന്ന ഇറ്റ്സ് എ കോൺക്വസ്റ്റ്, നാട് മുഴുവൻ പിടിച്ചടക്കുകയാണ്. പണ്ട് ഡിപ്പോ പിടിച്ചടക്കിയതുപോലെ രാജ്യം മുഴുവൻ പിടിച്ചടക്കിയിട്ട് ഒരാൾ വന്നിരിക്കുമ്പോൾ അയാളോട് എന്തെങ്കിലും ഒരു ചോദ്യം, ഈ പറയുന്നതിൽ എന്തെങ്കിലും ശരിയുണ്ടോ എന്നുള്ളൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കും. നിങ്ങൾ ഈ എന്തടിസ്ഥാനത്തിലാണ് ഈ കണക്കുകൾ? ഇന്നലെയും എത്രയോ 96,000 പേരെ ടെസ്റ്റ് നടത്തി, എന്നിട്ട് 26,000 പേർക്ക് രോഗം, 26,000 ആണെന്ന് തോന്നുന്നു, 26,000 പേർക്ക് രോഗമുണ്ടായി. എന്നിട്ട് ടെസ്റ്റ് പോസിറ്റിവിറ്റി 27% പറയാൻ ഇദ്ദേഹം ഇതിൻ്റെ ഈ ശാസ്ത്രീയമായ ഈ കണക്കുകളുടെ അടിത്തറ എവിടെ നിന്നാണ് സ്വരൂപിക്കുന്നത് എന്നൊരു പ്രശ്നം യഥാർത്ഥത്തിൽ ഉയർന്നു വരേണ്ടതാണ്. ഒരാളെങ്കിലും, ഒരു നാവെങ്കിലും ഉയർന്നു വന്നുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന പോസ്റ്റ് ടെസ്റ്റിവിറ്റിയുടെ ശാസ്ത്രീയത എന്താണ്, നിങ്ങൾ നടത്തുന്ന ടെസ്റ്റുകൾ എവിടെയൊക്കെയാണ്,
അങ്ങനെ ചോദിക്കാൻ ആരും ധൈര്യപ്പെടുന്നില്ല. അതുകൊണ്ട് ഞാനിന്ന് പ്രധാനമായിട്ടും ഈ കാര്യത്തിലേക്ക് തന്നെയാണ് വീണ്ടും വീണ്ടും ആവർത്തിതമായിട്ടുള്ള വിവരങ്ങൾ ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു IMA ഉള്ളതുപോലെ ബ്രിട്ടനിലൊരു ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷനുണ്ട്. അത് ഇവിടുത്തെ പോലെ കൈക്കൂലിക്കാരൊന്നുമല്ല. അവർ ഈ വൈദ്യശാസ്ത്ര രംഗത്ത് ഗവേഷണം നടത്തുന്നവരാണ്. അവർ BMJ എന്ന് പറയുന്നൊരു ജേണൽ പുറത്തിറക്കുന്നുണ്ട്. ആ ജേണൽ പുറത്തിറക്കിയിട്ട് അവർ ദി എഫിക്കസി ഓഫ് കോവിഡ് ടെക്സ് അല്ലെങ്കിൽ ആക്യുറസി, അതായത് നമുക്ക് ഈ കോവിഡ് ടെസ്റ്റുകളിൽ നിന്ന് കിട്ടുന്ന ഈ റിസൾട്ടുകൾ അതിൽ എന്തുമാത്രം കൃത്യതയുണ്ട്, അതിൻ്റെ എഫിക്കസി, അതിൻ്റെ അതെന്തുമാത്രം ഫലപ്രദമാണ് എന്നുള്ളതിനെപ്പറ്റി, അതിൻ്റെ ഫലബലം എന്താണ് എന്നുള്ളതിനെപ്പറ്റി അവർ വളരെ കൃത്യമായിട്ട് പഠനങ്ങൾ നടത്തിയിട്ട് ചില കൺക്ലൂഷൻസിലെത്തിയിട്ടുണ്ട്. ആ കൺക്ലൂഷൻസ് ഞാൻ ഈ പറഞ്ഞതുപോലെ, നേരത്തെ പറഞ്ഞതുപോലെ, അത് പിണറായി വിജയന് കൂടി മനസ്സിലാകുന്ന ഭാഷയിൽ വിവരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിണറായി വിജയൻ ഇത് കേൾക്കുമോ കേൾക്കില്ല എന്നുള്ളത് എൻ്റെ പ്രശ്നമല്ല. ഇതാരും കേട്ടില്ലെങ്കിലും, ഒരാൾ പോലും കേൾക്കാനില്ലെങ്കിലും ഇത് പറയാനുള്ളൊരു കടമ എന്ന് പറയുന്നത് മനുഷ്യനായി ജനിച്ചു പോയതിൻ്റെ പേരിൽ എനിക്കുണ്ട് എന്നുള്ളത് കൊണ്ട് പറയുകയാണ്. ഈ BJM ജേണൽ എന്ന് പറയുന്നത് ലോകത്ത് സർക്കുലേറ്റ് ചെയ്യുന്ന ഏറ്റവും ആധികാരികതയുള്ളൊരു ജേണലാണ് ഈ രംഗത്ത്. അപ്പോൾ ആ ജേണലിൽ അതിന് അവർ തന്നെ പറയുന്നത് എവിഡൻസ് ബേസ്ഡ് ജേണൽ എന്നുള്ളതാണ്. തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ വിലയിരുത്തുന്ന ഒരു ജേണലാണ്. അപ്പോൾ അത് ഇഫക്റ്റീവ്നെസ് ഓഫ് ടെസ്റ്റ്, ഹൗ ഫാർ ടെസ്റ്റ് ആർ ഇഫക്റ്റീവ്, ടെസ്റ്റ് എത്രത്തോളം ഇഫക്റ്റീവ് ആണ് എന്നുള്ളതിനെപ്പറ്റി അവർ വളരെ കൃത്യമായി ചില വിവരങ്ങൾ നൽകുന്നുണ്ട്. ഞാനതിൻ്റെ ആ കൺക്ലൂഡിങ് പാർട്ടിൽ അവർ എത്തിച്ചേരുന്ന നിഗമനങ്ങളിലേക്ക് മാത്രമാണ് പോകുന്നത്. ഇതിൽ പ്രധാനമായിട്ട് ഇതിനെ ലീഡ് ചെയ്യുന്നത് ഡേവിഡ് ജെറോം, അദ്ദേഹവും മറ്റ് 8 ശാസ്ത്രജ്ഞന്മാരും കൂടെ ചേർന്ന് നടത്തിയ ആ വിശദമായിട്ടുള്ള ശാസ്ത്രീയ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഇത് ഈ പറഞ്ഞില്ല ഹെൽത്ത് ടെക്നോളജി വെയിൽസിൽ കാർഡിഫ് UK നിന്ന് പുറപ്പെടുന്ന BMJ എന്ന് പറയുന്ന ജേണലാണ്. അപ്പോൾ ഈ ജേണൽ എന്തു പറയുന്നു എന്നുള്ളതിനെപ്പറ്റി തീർച്ചയായിട്ടും നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ അവർ പറഞ്ഞില്ലേ 38 വൈറസ് ടെസ്റ്റിങ്ങും 25 ആൻറ്റിബോഡി ടെസ്റ്റിങ്ങും നടത്തി. അതായത് വൈറസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഈ ന്യൂക്ലിക് ആയിട്ടുള്ള ടെസ്റ്റിംഗ് ആണ്, മറ്റേത് ആൻറ്റിജൻ ടെസ്റ്റിംഗ് ആണ്. എന്നിട്ട് അവർ പറയുന്നത് എന്താണ്, വി ഐഡൻറ്റിഫൈഡ് ഹൈ ഓർ അൺക്ലിയർ റിസ്ക് ഓഫ് ബയസ് ഇൻ ദി മെജോറിറ്റി ഓഫ് സ്റ്റഡീസ്. എന്താണ് ഹൈ ആർ അൺക്ലിയർ റിസ്ക്? ഹൈ റിസ്ക്, വലിയ റിസ്ക് ഉണ്ട്, അപകടം നിറഞ്ഞ, അതായത് ഈ റിസൾട്ടുകളിൽ വളരെ റിസ്കി ആയിട്ടുള്ള ചില എലിമെൻറ്റ്സ് ഉണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഒരു കൺഫർമേഷൻ, ഇവിടെ സ്ഥിരീകരണം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് വലിയ റിസ്ക് ഉണ്ട്, ഈ റിസൾട്ടുകളിൽ വലിയ റിസ്ക് ഉണ്ട്. ആൻഡ് ഇറ്റ് ഈസ് അൺക്ലിയർ, അവ്യക്തത, നമുക്കങ്ങനെ ഒരു നിഗമനങ്ങളിൽ എത്തിച്ചേരാൻ കഴിയുകയില്ല. നിങ്ങളൊരു PCR ടെസ്റ്റ് നടത്തി എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ലോകം മുഴുവനും നിങ്ങളിവിടുത്തെ ഈ പറഞ്ഞില്ലേ ഇവിടുത്തെ മുഴുവൻ കോടി ജനങ്ങളെയും നിങ്ങളൊരു PCR ടെസ്റ്റിന് വിധേയമാക്കി എന്നുള്ളത് കൊണ്ട്, ഇത് നമുക്കറിയാം. സൗത്ത് കൊറിയയിൽ അവർ കുറേ ടെസ്റ്റ് നടത്തിയെന്ന് പറഞ്ഞു. സൗത്ത് കൊറിയ എന്ന് പറയുന്നത് ഈ US ഒരു ഉപഗ്രഹമാണ്. അത് കേട്ടിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നിട്ട് ടെസ്റ്റ് എന്ന് WHO വിളിച്ചു പോവുകയും നമ്മളെല്ലാവരും കൂടെ അത് ഏറ്റെടുക്കുകയും ചെയ്തു. അപ്പോൾ ടെസ്റ്റ് നടത്തിയാലുണ്ടാകുന്ന പ്രയോജനം എന്താണ്, ടെസ്റ്റിൻ്റെ ആക്യുറസി അത് എത്രമാത്രമുണ്ട്, ആക്യുറസി ഇല്ലാതിരുന്നാലുണ്ടാകുന്ന അപകടം എന്താണ്. അപ്പോൾ നമ്മളിവിടുത്തെ ടെസ്റ്റിൻ്റെ ആക്യുറസിയെ പറ്റി ഒരു പരിഗണനയും നമുക്കില്ല, നമ്മളെവിടെ അന്വേഷിക്കുന്നില്ല. ഒരു PCR ടെസ്റ്റിൻ്റെ ഒരു റിസൾട്ട് വന്നു, പോസിറ്റീവോ നെഗറ്റീവോ ആണെന്ന് വന്നിട്ട് പോസിറ്റീവുകളുടെ എണ്ണം തിട്ടപ്പെടുത്തി ടെസ്റ്റ് പോസിറ്റീവ് റേറ്റ് അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. പക്ഷേ അതിൽ അങ്ങനെ പ്രഖ്യാപിക്കുന്നതിൽ വലിയ അപകടമുണ്ടെന്നും ഈ ടെസ്റ്റ് റിസൾട്ടുകൾ അവ്യക്തമാണെന്നും പറയുന്നത് BMJ എന്ന് പറയുന്ന ജേണലാണ്.
അതിനെ ഉപജീവിച്ചുകൊണ്ട് നിങ്ങൾ കട അടയ്ക്കണോ, മനുഷ്യൻ്റെ കഴുത്തിൽ കത്തി വയ്ക്കണമോ എന്നാണ് ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നത്. നിങ്ങൾ ഉത്തരവാദിത്വമുള്ളൊരു ഭരണാധികാരിയാണെങ്കിൽ എവിടെ നിന്ന് കേൾക്കുന്ന ശബ്ദവും അതിനകത്ത് എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. നിങ്ങളത് ചെയ്യുന്നില്ല, മനഃപൂർവ്വം അത് ചെയ്യുന്നില്ല. കാരണം നിങ്ങൾ ഒരു ഭരണാധികാരി എന്നതിനേക്കാളേറെ ഒരു വ്യാപാരിയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ കോടികളുടെ ലാഭം ഉണ്ടാക്കുന്ന മാസ്ക് കച്ചവടം നടത്തണമെന്നുള്ളതുകൊണ്ട് എന്തോ ഒരു വാശിക്ക് എല്ലാവരും മാസ്ക് ധരിക്കുവിൻ എന്ന് പറഞ്ഞ് വീണ്ടും ഇന്നലെ ഈ ടി വിയിലൊക്കെ ടൈറ്റിൽസ് എഴുതി കാണിക്കുന്നു. അതായത് ഒരു 2-3 വർഷം ഇപ്പം നമ്മളിങ്ങനെ ഈ മാസ്ക് ധരിച്ചുകൊണ്ട് നടക്കും. ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എപ്പോഴാണ് നമുക്കൊരു ശ്വാസകോശ തടസ്സമായിട്ട് എമർജ് ചെയ്ത് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് കഴിയുന്നതും ഈ മാസ്കിൻ്റെ ഉപയോഗം കുറയ്ക്കണമെന്ന് ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പരമാവധി അതിൻ്റെ ഉപയോഗം കുറയ്ക്കണമെന്ന് പറയുകയും 2 വാക്സിനേഷൻ എടുത്ത് 14 ദിവസത്തിന് ശേഷം ഇതില്ലാതെ നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണമെന്ന് പറയുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാത്തൊരു സാധനമാണ് ഇതെന്നും അതുകൊണ്ട് നിങ്ങൾ മാസ്ക് ധരിക്കണമെന്നും മാസ്ക് ധരിച്ച് നിങ്ങളുടെ ജീവൻ സുരക്ഷിതമാക്കുകയല്ല, മാസ്ക് ധരിച്ച് നിങ്ങളുടെ ജീവൻ അപകടത്തിലാകുമ്പോഴത്തേക്ക് ശുശ്രൂഷയ്ക്ക് വേണ്ടി വരുന്ന സംവിധാനങ്ങളുമായിട്ട് നമ്മൾ വരും. അതിൻ്റെ ഒരു കച്ചവടമുണ്ടാകും. അങ്ങനെ മനുഷ്യൻ്റെ ജീവനെ കച്ചവടം ചെയ്യുന്ന ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മാസ്കിൽ നിന്ന് ഇത്ര ലാഭമുണ്ടാകുന്നു, ടെസ്റ്റിൽ നിന്ന് ഇപ്പോൾ 1700 രൂപ അവർ ഈടാക്കിയിട്ട് അവർ ഹൈക്കോടതി പോവുകയാണ്, ഞങ്ങൾക്ക് സബ്സിഡി വേണം. എന്തുകൊണ്ടാണ്? ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വില അത്രയും കൂടുതലാണ്. ആരാണിത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്? നിങ്ങൾ ഡയറക്റ്റായിട്ട് പുറത്തുനിന്ന് വാങ്ങുന്നതാണോ, അതോ ഇവിടുത്തെ ഗവൺമെൻറ് വഴി റൂട്ട് ചെയ്യുന്നതാണോ, അതോ ഒരാളെങ്കിൽ വഴി റൂട്ട് ചെയ്യുന്നതാണോ, അതോ നിങ്ങളുടെ കുടുംബശ്രീകൾ വഴി റൂട്ട് ചെയ്യുന്നതാണോ? നിങ്ങൾക്ക് ആരാണ് ഈ ടെസ്റ്റ് കിറ്റുകൾ എത്തിക്കുന്നത്? ആ ടെസ്റ്റ് കിറ്റുകൾ എത്തിക്കുന്നവർ ആശുപത്രികളിൽ എത്തിക്കുമ്പോൾ അത് 1700 രൂപയ്ക്ക് വിറ്റില്ലെങ്കിൽ നമുക്ക് മുതലാവില്ല. അതുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് സബ്സിഡി നൽകണം എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ കേസ് പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ ടെസ്റ്റ് വ്യാപാരത്തിൻ്റെ ഉള്ളുകള്ളികളിലേക്ക് കടക്കുമ്പോൾ അതിൽ നിന്ന് കോടികളുടെ ലാഭമുണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സംസ്ഥാനം എങ്ങും ടെസ്റ്റ് വ്യാപിപ്പിക്കേണ്ടത്, അതിൻ്റെ വിൽപ്പന വ്യാപിപ്പിക്കേണ്ടത് ടെസ്റ്റ് വ്യാപാരിയുടെ ആവശ്യമാണ്. അത് ഭരണകർത്താവിൻ്റെ ആവശ്യമില്ല. ജനങ്ങളുടെ ജീവനെപ്പറ്റിയും ആരോഗ്യത്തെപ്പറ്റിയും ഉത്കണ്ഠയുള്ള ഒരു ഭരണാധികാരി ഈ ടെസ്റ്റ് വ്യാപനം എന്ന് പറയുന്ന ഒരു അജണ്ട ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കില്ല. ഇപ്പോൾ ഇന്ത്യയിൽ ഇത് പറയാൻ പ്രധാനപ്പെട്ട കാര്യം നരേന്ദ്രമോദി പറയുന്നു. ഇപ്പോൾ പറഞ്ഞില്ല, ആസാമിലെ ആരോഗ്യമന്ത്രി പറഞ്ഞതുപോലെ ഇവിടെ വാക്സിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇവിടെ അങ്ങനെ അത്ര വലിയ കോവിഡൊന്നുമില്ല. പക്ഷേ എന്ത് ചെയ്യാനാ, കേന്ദ്രത്തെന്ന് പറയുന്നു. നരേന്ദ്രമോദി പറഞ്ഞാൽ പിണറായി വിജയൻ അത് അനുസരിക്കാതിരിക്കാൻ പറ്റുമോ? നരേന്ദ്രമോദിയുടെ ഏറ്റവും അനുസരണയുള്ള കുട്ടി ആണ് എന്ന് തെളിയിക്കുക മാത്രമല്ല, ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു കൊള്ളലാഭമുണ്ട്. ഈ കൊള്ളലാഭത്തിൻ്റേതായിട്ടുള്ള ഈ ടെസ്റ്റ് കച്ചവടത്തിൽ നിന്ന് നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള ഈ പണമൊന്നും അല്ല ഉണ്ടായി വരുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. 48 ടെസ്റ്റുകളുള്ള ഒരു ടെസ്റ്റ് കിറ്റ് വിൽക്കുമ്പോൾ അതിൻ്റെ ഇടനിലക്കാരന് എന്ത് ലാഭം കിട്ടുന്നു എന്നുള്ളതാണ്. ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു? ഈ പറഞ്ഞില്ലേ, ഈ രോഗഭീതി വ്യാപാരം എന്ന് പറയുന്ന ആ വ്യാപാരത്തെ പുഷ്ടിപ്പെടുത്തി ജനങ്ങളെ അടിച്ചിരുത്താനും ഒതുക്കാനും അവൻ്റെ പ്രാഥമികമായ ശ്വാസോച്ഛ്വാസ സ്വാതന്ത്ര്യത്തെ പോലും തടഞ്ഞു വയ്ക്കാനും ശ്രമിക്കുന്ന ഒരു സർക്കാരിൻ്റെ പുരപ്പുറത്ത് കയറി ഇരുന്നു കൊണ്ട് ഇദ്ദേഹം ഇത് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാകുന്ന മലയാളത്തിൽ ഞാൻ പറയുകയാണ്. അവർ പറഞ്ഞിരിക്കുന്നത്, വി ഐഡൻറ്റിഫൈഡ് ഹൈ ഓർ അൺക്ലിയർ റിസ്ക് ഓഫ് ബയസ് ഇൻ ദി മെജോറിറ്റി ഓഫ് സ്റ്റഡീസ്. എന്താണ് റിസ്കി ആയിട്ടുള്ള അവ്യക്തമായിട്ടുള്ള റിസ്ക്? അത് ബയസിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. ദി റിസൾട്ട്സ് ആർ ബയസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓബ്ജക്റ്റീവായിട്ടുള്ള വസ്തുനിഷ്ഠമായിട്ടുള്ളതല്ല, മുൻകൂർ ധാരണകളുടെ അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തിലുണ്ടായി വരുന്ന ഒരു ബയസ് അതിന് ഉണ്ടായിരിക്കുന്നു. ബയസ്ഡ് ആയിട്ടുള്ള റിസൾട്ടാണ് ഇൻ ദി മെജോറിറ്റി ഓഫ് സ്റ്റഡീസ്
മോസ്റ്റ് കോമൺലി ആസ് എ റിസൾട്ട് ഓഫ് അൺക്ലിയർ മെത്തേഡ്സ് ഓഫ് പേഷ്യൻ്റ് സെലക്ഷൻ. അതായത് ഈ റിസൾട്ടിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും പേഷ്യൻറ്റിൻ്റെ കണ്ടെത്തുന്നതിൽ വരുന്ന തകരാറ്, അൺക്ലിയർ മെത്തേഡ്സ് ആൻഡ് ടെസ്റ്റ് കണ്ടക്റ്റ് ചെയ്യുന്നതിലെ അവ്യക്തത. ആ ടെസ്റ്റ് നിങ്ങൾ എന്തൊക്കെ ഉപയോഗിച്ച് എങ്ങനെയാണ് ചെയ്തത്, അതിൻ്റെ സാമ്പിൾ കളക്ഷൻ മുതൽ തുടങ്ങുന്ന ഒരു പ്രക്രിയയാണ്. അതിങ്ങനെ ഒരു RT-PCR എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് വളരെ സങ്കീർണമായ ഒരു വഴിയിലൂടെ പോകുന്നൊരു ടെസ്റ്റാണ്. അപ്പോൾ ആ ടെസ്റ്റ് കണ്ടക്റ്റിൽ വരുന്ന അവ്യക്തത, അതിൽ വരുന്ന ബയസ്, മുൻകൂർ ധാരണകൾ. അതായത് ഒരു വൈറസിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പോസിറ്റീവ് എന്ന് എഴുതുമ്പോൾ അത് ഒരു ബയസ്ഡായിട്ടുള്ള ഒരു സമീപനമാണ്. ബിക്കോസ് ഓഫ് ദി യൂസ് ഓഫ് എ സ്റ്റാൻഡേർഡ് ദാറ്റ് മേ നോട്ട് ഡെഫിനറ്റ്ലി ഡയഗ്നോസ് COVID-19 ഈസ് ആബ്സെൻറ്റ്. അപ്പോൾ അത് പറയുന്നത് ഇതിൻ്റെ കറക്റ്റ്നെസ് അറിയണമെങ്കിൽ there should be a standard. അപ്പോൾ the absence of such a standard because of the use of a standard that may not definitely diagnose COVID-19. അപ്പോൾ പറഞ്ഞില്ലേ, അതായത് ഇവിടെ ഉപയോഗിക്കുന്നത് യഥാർത്ഥത്തിലുള്ളൊരു മാനകം അല്ല. ദി യൂസ് ഓഫ് എ സ്റ്റാൻഡേർഡ് ദാറ്റ് മേ നോട്ട്, ഈ ടെസ്റ്റ് കണ്ടക്റ്റ് ശരിയാകാത്തതിന് കാരണം ബിക്കോസ് ഓഫ് ദി യൂസ് ഓഫ് എ സ്റ്റാൻഡേർഡ്. നിങ്ങളൊരു മാനകം, എന്തെങ്കിലും ഒരു മാനദണ്ഡം നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഫാൾസ് ട്രൂവോ ആണ് എന്ന് നിർണ്ണയിക്കുന്നതിന് നിങ്ങൾ ഉപയോഗിക്കുന്ന ആ മാനകം ശരിയല്ല എന്നാണ് പറയുന്നത്. ബിക്കോസ് ഓഫ് ദി യൂസ് ഓഫ് എ സ്റ്റാൻഡേർഡ്, നിങ്ങൾ ഉപയോഗിക്കുന്ന മാനകം, അതായത് നിങ്ങൾ അവസാനം വരുമ്പോഴത്തേക്ക് ദിസ് ഈസ് പോസിറ്റീവ്, ദിസ് ഈസ് നെഗറ്റീവ് എന്ന് പറയുന്നതിന് നിങ്ങൾ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് ദാറ്റ് മേ നോട്ട് ഡെഫിനറ്റ്ലി ഡയഗ്നോസ് COVID-19. COVID-19 നിശ്ചയമായും ഡയഗ്നോസ് ചെയ്യാൻ ശേഷിയില്ലാത്ത ഒരു സ്റ്റാൻഡേർഡാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് കൊണ്ട്. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഇത് അൺക്ലിയറാണ്, ഇൻഡെഫിനിറ്റാണ്, ഈ റിസൾട്ട് വ്യക്തതയില്ലാത്തതാണ്. നിങ്ങൾ ഒരു വൈറസിനെ കാണുമ്പോഴത്തേക്ക് ഇത് ശരിയാണ് എന്ന് പറയുമ്പോൾ യു ബിക്കം ബയസ്ഡ് ആൻഡ് ഇറ്റ് ഈസ് റിസ്കി ആണ് മുഖ്യമന്ത്രി. അത് മനസ്സിലാക്കേണ്ടത്. വളരെ ബയസ്ഡ് ആകുകയും റിസ്കി ആകുകയും നിങ്ങളുടെ ചില മുൻവിധികളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളിത് പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുകയും പോസിറ്റിവിറ്റി റേറ്റ് നിശ്ചയിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ബിക്കോസ് ഓഫ് ദി യൂസ് ഓഫ് എ സ്റ്റാൻഡേർഡ് ദാറ്റ് മേ നോട്ട് ഡെഫിനറ്റ്ലി ഡയഗ്നോസ് COVID-19 ഡയഗ്നോസ് ചെയ്യാൻ ശേഷിയില്ലാത്ത ഒരു സ്റ്റാൻഡേർഡ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങളുടെ റിസൾട്ട് ഇൻകറക്റ്റായി തീരുന്നത്, അത് അവ്യക്തമായി തീരുന്നത്, അത് ബയസ്ഡായി തീരുന്നത്. അത് സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ നടത്തുന്ന നടപടികൾ ഹൈലി റിസ്കിയായി തീരുന്നത്, അത് ജനങ്ങളെ അപകടത്തിലേക്ക് തള്ളിവിടുന്നത്. ഞാൻ ഒന്നുകൂടി ചുരുക്കി പറയാം. അതായത് അൺക്ലിയർ ആയിട്ടുള്ള, റിസ്കി ആയിട്ടുള്ള, ബയസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റുകളാണ് നിങ്ങൾ നടത്തുന്നത്. ആ റിസൾട്ടുകളെല്ലാം അൺക്ലിയർ ആണ്. അതുകൊണ്ട് അതിൻ്റെ റിസൾട്ടുകൾ സ്വീകാര്യതയുള്ളതല്ല. നിങ്ങൾ നടത്തുന്ന PCR ടെസ്റ്റിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്, ബ്രിട്ടീഷ് ജേണലാണ് പറയുന്നത്. അതിന് പ്രധാന കാരണം നിങ്ങൾ അതിനുപയോഗിക്കുന്ന മാനദണ്ഡം ഈ ഫാൾസിനെയും ട്രൂവിനെയും നിശ്ചയിക്കാനുള്ള മാനദണ്ഡം, പോസിറ്റീവിനെയും നെഗറ്റീവിനെയും നിശ്ചയിക്കാനുള്ള മാനദണ്ഡം എന്ന് പറയുന്നത് ഒരിക്കലും കോവിഡിനെ ഡയഗ്നോസ് ചെയ്യുന്നതല്ല. നിങ്ങളിപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു വൈറസിനെ കണ്ടു എന്നുള്ളത് കൊണ്ട് അത് COVID-19 ഡയഗ്നോസ് ചെയ്യാൻ പച്ചയായിട്ട് അതിൻ്റെ അർത്ഥം ഇതേ ഉള്ളൂ. നിങ്ങളൊരു ടെസ്റ്റ് നടത്തി, നിങ്ങളൊരു RNA സ്ട്രാൻഡ് കണ്ടു, അത് ഒരു വൈറസിൻ്റെ സ്ട്രാൻഡാണെന്ന് കണ്ടു, അതിപ്പോൾ കോവിഡിൻ്റെ അല്ല വേറെ ഏതിൻ്റെ സ്ട്രാൻഡ് ആകട്ടെ. പക്ഷേ ഈ ഒരു മാനകം, നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ മാനകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് COVID-19 നിങ്ങൾ ഡയഗ്നോസ് ചെയ്തു എന്ന് പറയാൻ പറ്റുകയില്ല.
അതായത് പച്ചയായിട്ട് പറഞ്ഞാൽ നിങ്ങളൊരു വൈറസിനെ കണ്ടു എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ വൈറസിൻ്റെ ഏതെങ്കിലും ഒരു സ്ട്രാൻഡ് കണ്ടു എന്ന് നിങ്ങൾ പറയുന്നത് കൊണ്ട് നിനക്ക് ആ ഒരു മാനദണ്ഡം വെച്ച് COVID-19 ഡയഗ്നോസ് ചെയ്യാൻ പറ്റുകയില്ല. അതിൻ്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് എവിഡൻസ് ഈസ് റാപ്പിഡ്ലി എമർജിങ് ഓൺ ദി ഇഫക്റ്റീവ്നെസ് ഓഫ് ടെസ്റ്റ്. അതായത് ബട്ട് ഇമ്പോർട്ടൻറ്റ് uncertainties about their effectiveness and most appropriate application. Absence of a definitive reference standard to diagnose or rule out 19. അപ്പോൾ ഇതിൻ്റെ ഇഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരു ഡെഫിനറ്റീവ് റെഫറൻസ് സ്റ്റാൻഡേർഡാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ RT-PCR തന്നെ ഒരു ഗോൾഡൻ സ്റ്റാൻഡേർഡാണെന്ന് പറയുന്ന ആ ഒരു നിലപാടിനെ ഇവർ തള്ളിക്കളയാണ്. ആബ്സെൻസ് ഓഫ് എ ഡെഫിനറ്റീവ് റെഫറൻസ് സ്റ്റാൻഡേർഡ് ടു ഡയഗ്നോസ് ഓർ റൂൾ ഔട്ട് COVID-19. അത് കാരണം ഈ ടെസ്റ്റുകൾ ആ ഒരു ഡെഫിനറ്റ് സ്റ്റാൻഡേർഡിൽ എന്തടിസ്ഥാനത്തിലാണ് നിങ്ങളിത് COVID-19 ആണെന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ എന്തെങ്കിലും കണ്ടെത്തി, ആ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് COVID-19 ആണെന്ന് നിങ്ങൾ ഡയഗ്നോസ് ചെയ്യണം. ആ ഡയഗ്നോസ് ചെയ്യാൻ പ്രാപ്തമായ ഒരു എവിഡൻസ്, ഒരു സ്റ്റാൻഡേർഡ് നിങ്ങളുടെ ടെസ്റ്റുകൾ നൽകുന്നില്ല എന്നാണ് പറയുന്നത്. We conclude that evidence on SARS-CoV-2 virus and antibody tests is nascent and uncertainties remain in the evidence base. അതായത് ഇതിൻ്റെ തെളിവുകളുടെ ബേസിൽ അൺസർട്ടൻറ്റീസ് റിമെയിൻ റിഗാർഡിംഗ് ദെയർ ക്ലിനിക്കൽ ആൻഡ് പബ്ലിക് ഹെൽത്ത് ആപ്ലിക്കേഷൻ. അതായത് ഒരു പബ്ലിക് ഹെൽത്ത് ആപ്ലിക്കേഷന് ആവശ്യമായിട്ട് വരുന്ന ചില തെളിവുകളുണ്ട്. ആ തെളിവുകൾ ഇവിടെ ലഭ്യമല്ല. പബ്ലിക് ഹെൽത്ത് ആപ്ലിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പബ്ലിക് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങളുടെ മേൽ പ്രയോഗിക്കാൻ ആവശ്യമായ വരുന്ന തെളിവുകളുടെ മാനദണ്ഡങ്ങളുടെ അസാന്നിധ്യം ഇവിടെ ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അതിനൊരു വാക്കുകൂടി പ്രയോഗിക്കുന്നുണ്ട്, നേസൻ്റാണ്. നേസൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഇതാണ്. വി കൺക്ലൂഡ് ദാറ്റ് എവിഡൻസ് ഓൺ SARS-CoV-2 വൈറസ് ആൻഡ് ആൻറ്റിബോഡി ടെസ്റ്റ്, അതായത് ആ എവിഡൻസ് ആദ്യം പറയുന്നത് നേസൻ്റാണ്. നമ്മളിപ്പോൾ നേസൻ്റ് ഹൈഡ്രജൻ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ വെച്ചാൽ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത തരത്തിൽ, നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു തരത്തിലുള്ള വെച്ചാൽ നമുക്ക് പരിചിതമായിട്ട് ഇതാണെന്ന് കൺഫേം ചെയ്യാൻ കഴിയാത്ത തരത്തിൽ നേസൻ്റാണ്. ആൻഡ് സിഗ്നിഫിക്കൻറ്റ് അൺസർട്ടൻറ്റീസ്, വെറും അൺസർട്ടൻറ്റീസ് അല്ല, അനിശ്ചിതത്വങ്ങളല്ല, വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള അൺസർട്ടൻറ്റീസ്, വളരെ പ്രസക്തമായിട്ടുള്ള, വളരെ കാതലായിട്ടുള്ള അൺസർട്ടൻറ്റീസ് റിമെയിൻ ചെയ്യുന്നു. അനിശ്ചിതത്വങ്ങൾ ഇവിടെയുണ്ട്. ഒരു ടെസ്റ്റിൻ്റെ റിസൾട്ട് അൺസർട്ടൻ ആണ് എന്ന് പറഞ്ഞാൽ, അനിശ്ചിതമാണെന്ന് പറഞ്ഞാൽ, അത് പബ്ലിക് ഹെൽത്ത് ആവശ്യങ്ങൾക്ക് വേണ്ടി ആ ടെസ്റ്റ് നടത്തി അതിൻ്റെ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ രോഗികളെ പരിശോധിക്കുകയോ ഡയഗ്നോസ് ചെയ്യുകയോ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് വ്യാപകമായി നിങ്ങൾ ടെസ്റ്റ് നടത്തുമ്പോൾ ആ ടെസ്റ്റിൽ നിന്നുണ്ടാകുന്ന റിസൾട്ട് എന്ന് പറയുന്നത് അതിൽ അൺസർട്ടൻറ്റീസ് ഉണ്ടെങ്കിൽ, ആ എവിഡൻസിൽ അത് തരുന്ന തെളിവിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള അൺസർട്ടൻറ്റീസ് ഉണ്ടെങ്കിൽ, റിമെയിൻ ഇൻ ദി എവിഡൻസ് ബേസ്, എവിഡൻസിൻ്റെ അടിത്തറയിൽ സിഗ്നിഫിക്കൻ്റ് അൺസർട്ടൻറ്റീസ് ഉണ്ടെങ്കിൽ അത് പബ്ലിക് ഹെൽത്ത് ലെവലിൽ അത് അങ്ങനെ വ്യാപിപ്പിക്കാൻ പാടില്ല, ആ ടെസ്റ്റ് വ്യാപിപ്പിക്കാൻ പാടില്ല. അപ്പോൾ ഒരു ടെസ്റ്റ് നിങ്ങൾ നടത്തി അതിൻ്റെ റിസൾട്ട് കണ്ടെത്തി അത് നിങ്ങൾക്ക്
കൺഫേം ചെയ്യാവുന്ന രീതിയിൽ, അതായത് ഒരു രോഗം കൺഫേം ചെയ്യാവുന്ന രീതിയിലേക്ക് നിങ്ങളെ നയിച്ചു കൊണ്ടുപോകുന്ന ഒരു ക്ലാരിറ്റി, വ്യക്തത അതിനകത്തുണ്ടെങ്കിൽ ശരി, അത് പബ്ലിക് ഹെൽത്തുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് ആ ടെസ്റ്റ് കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ അങ്ങനെ ഒരു എവിഡൻസ് ബേസ് ഇവിടെ ഇല്ല, തെളിവിൻ്റെ ഒരു അടിസ്ഥാനം ഇവിടെ ഇല്ല. സിഗ്നിഫിക്കൻ്റ് അൺസർട്ടൻറ്റീസ് ആർ ദെയർ. അതുകൊണ്ട് അത് നിങ്ങൾ ഒരു പബ്ലിക് ഹെൽത്ത് ആപ്ലിക്കേഷനും ക്ലിനിക്കൽ ആപ്ലിക്കേഷനും വേണ്ടി ഉപയോഗിക്കുന്നത് വലിയ ഒരു തെറ്റാണ് എന്നാണ് പറയുന്നത്. വളരെ ലളിതമായിട്ട് ഞാൻ പറയുകയാണ്. അതായത് ഈ ടെസ്റ്റിൻ്റെ ഈ എവിഡൻസ് ബേസ് വളരെ വീക്കാണ്. അത് പറഞ്ഞില്ലേ, അതിനകത്ത് റിസ്ക് ഉണ്ട്. അതിൻ്റെ ഈ സിഗ്നിഫിക്കൻ്റ് അൺസർട്ടൻറ്റീസ്, വളരെ പ്രസക്തമായിട്ടുള്ള അനിശ്ചിതത്വങ്ങൾ അതിൽ കലർന്നിരിക്കുന്നു. അതിനെ നിർണ്ണയിക്കുന്ന മാനദണ്ഡം വ്യക്തമല്ല, എവിഡൻസ് ബേസ് വീക്കാണ്. അതായത് ഈ ടെസ്റ്റിൻ്റെ സാധുതയെ നിർണ്ണയിക്കുന്ന തെളിവിൻ്റെ അടിത്തറ ദുർബലമാണ്. ഈ ടെസ്റ്റ് അതിൻ്റെ വിശ്വാസ്യത, സ്വീകാര്യതയെ നിർണ്ണയിക്കുന്ന അടിത്തറ വളരെ ദുർബലമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വി ആൾസോ നോട്ട് ദാറ്റ് പൊട്ടൻഷ്യൽ റിസ്ക് ഓഫ് ബയസ് എക്സിസ്റ്റ് വിത്തിൻ മെനി ഓഫ് ദി അവൈലബിൾ സ്റ്റഡീസ്. അതായത് റിസ്ക് ഉണ്ട്, പൊട്ടൻഷ്യൽ റിസ്ക് ഓഫ് ബയസ്. നമുക്ക് ബയസ് ഉണ്ട്, നേരത്തെ നമുക്ക് ബയസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ടെസ്റ്റ് നടത്തുന്നത്. അതുകൊണ്ട് നമ്മുടെ അവൈലബിൾ സ്റ്റഡീസിൽ പലതിലും പൊട്ടൻഷ്യലായിട്ടുള്ള റിസ്ക് ഉണ്ട്, അതിശക്തമായിട്ടുള്ള അപകട സാധ്യതകൾ ഈ ടെസ്റ്റുകളിൽ നിങ്ങൾ അഗാധമായി വിശ്വസിക്കുമ്പോൾ, അയുക്തികമായി വിശ്വസിക്കുമ്പോൾ, അത് സാധുവാണ് എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പോസിറ്റിവിറ്റി പ്രഖ്യാപിച്ചിട്ട് ലോകം മുഴുവൻ പൂട്ടിയിടുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ശരിയായ കാര്യമല്ല എന്ന് ഈ ബ്രിട്ടീഷ് മെഡിക്കൽ ജേണൽ പറയുകയാണ്. അതായത് ഒന്നാമത് ഈ പറഞ്ഞില്ലേ, തെളിവിൻ്റെ അടിത്തറ ദുർബലമാണ്. ഇത് ശരിയാണ് എന്ന് തെളിയിക്കുന്ന തെളിവിൻ്റെ അടിത്തറ ദുർബലമാണ്. രണ്ടാമത് ഇത് ബയസ്ഡാണ്. മൂന്നാമത് ഈ തെളിവ് നിർണ്ണയിക്കുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ കറക്റ്റ്നെസ് നിർണ്ണയിക്കുന്ന സ്റ്റാൻഡേർഡ്, ആ മാനദണ്ഡം അശാസ്ത്രീയമാണ് അല്ലെങ്കിൽ അത് ഇന്നെഫിഷ്യൻ്റാണ്. ഇത്രയുമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ടെസ്റ്റിന് ആക്യുറസി ഉണ്ടെന്ന് പറയാൻ കഴിയുകയില്ല. കൃത്യതയില്ലാത്ത, എഫിക്കസി ഇല്ലാത്ത RT-PCR ആൻറ്റിജനും നടത്തിയാണ് നിങ്ങൾ ഇത് ചെയ്യുന്നതെങ്കിൽ, ഇവർ ഈ പറഞ്ഞതുപോലെ അവർ 38 ഇതിൻ്റെ വൈറസ് ടെസ്റ്റിംഗ് സ്റ്റഡീസും 25 ആൻറ്റിബോഡി ടെസ്റ്റിംഗ് സ്റ്റഡീസും നടത്തിയിട്ട് പറയുകയാണ്, ഈ രണ്ട് ടെസ്റ്റിൻ്റെയും റിസൾട്ടിന് ആക്യുറസി ഇല്ല, ദൃഢതയില്ല, സെർട്ടൻറ്റി ഇല്ല, ഉറപ്പില്ല. അതുകൊണ്ട് ദെയർ ഈസ് എ കൈൻഡ് ഓഫ് റിസ്ക്. അതുകൊണ്ട് അത് പബ്ലിക് ഹെൽത്ത് കെയറിൻ്റെ രംഗത്ത് ഇത് വ്യാപിപ്പിക്കാൻ പാടില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോഴാണ് നമ്മൾ പറഞ്ഞില്ലേ, 60,000 പേര് കൊള്ളുന്ന പാത്രത്തിൽ നമ്മൾ 1.5 ലക്ഷം ടെസ്റ്റ് നിറച്ച് ഒരു രാജ്യത്ത് സൃഷ്ടിക്കാവുന്ന അത്യാഹിതത്തിൻ്റെ പരമാവധി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ പറയുന്ന കാര്യമല്ല, ഇത് വളരെ വിദഗ്ധന്മാർ ഇവിടെ ഈ പറയുന്ന അഷീലും ഇക്ബാലും ഒന്നും പറയുന്ന കാര്യങ്ങളല്ല, IMAക്കാർ പറയുന്ന കാര്യങ്ങളല്ല, KGMAക്കാർ പറയുന്ന കാര്യങ്ങളല്ല. ഇത് നരേന്ദ്രമോദിക്കും പിണറായി വിജയനും ശൈലജ ടീച്ചറിനും പറയാവുന്ന കാര്യങ്ങളല്ല, എനിക്കും പറയാവുന്ന കാര്യമല്ല. പക്ഷേ ഈ രംഗത്ത് ഒരു ടെസ്റ്റ് നടത്തുമ്പോൾ ആ ടെസ്റ്റിൻ്റെ ആക്യുറസിയാണ് ഡയഗ്നോസിസിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉപാധി. അതെന്തുമാത്രം ശരിയായിരിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ രോഗനിർണയം നടത്തുന്നത്, നിങ്ങൾക്ക് COVID-19 ഉണ്ടോ എന്നറിയുന്നത്. ആ ടെസ്റ്റിൻ്റെ ആക്യുറസി അപ്പാടെ അബദ്ധമാകുമ്പോൾ നിങ്ങളുടെ COVID-19 നിർണയം അബദ്ധമായി തീരുകയാണ്.
ഇത് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ COVID-19 സംബന്ധിച്ചല്ല, കേരളത്തിലെ എല്ലാ ലാബ് ടെസ്റ്റുകളിലും ഈ ഒരു ഇനാക്യുറസിയുടേതായിട്ടുള്ള ഭീകരതയുണ്ട് എന്ന് ഞാൻ പറയുകയാണ്. ഞാൻ അത് ശൈല ടീച്ചറിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അവർ ഇനിയിപ്പോൾ മെഡിക്കൽ മന്ത്രിയാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവരായിരുന്നപ്പോൾ അവർക്ക് ചെയ്യാൻ കഴിയാവുന്നൊരു കാര്യമായിരുന്നു. അതായത് ദി ടെറർ ഓഫ് ഇനാക്യുറസി ഓഫ് ടെസ്റ്റ്. അതാണ് കേരളത്തിലെ മെഡിക്കൽ രംഗം നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തം. ദി ടെറർ, ടെറർ. ഇപ്പോൾ RT-PCR ഇങ്ങ് കൊണ്ടുപോകാൻ ഞാൻ ചെയ്യാമെന്നൊരു ലാബ് പറയുന്ന ആ തൻ്റെ ഇടമുണ്ടല്ലോ. നിങ്ങൾ എന്ത് സ്റ്റാൻഡേർഡ് അനുസരിച്ചാണ് നിങ്ങളത് ചെയ്ത്, നിങ്ങൾ എന്തൊക്കെയാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്, ആ ധൈര്യമുണ്ടല്ലോ. ആ ധൈര്യത്തിന് കൊടുക്കണം അവാർഡ്. ബ്രേവറിക്കുള്ള നാഷണൽ അവാർഡ് ഇവിടുത്തെ ലാബുകൾക്ക് കൊടുക്കണം. അവർ ഏത് ന്യൂക്ലിക് ടെസ്റ്റും ഏത് ഹിസ്റ്റോപതോളജിക്കൽ ടെസ്റ്റും, എനിക്ക് ഓർമ്മ വരുന്നതാണ് 10 വർഷം മുമ്പ് ഞാൻ ഒരു ക്യാൻസർ പേഷ്യൻറ്റുമായിട്ട് RCC സമീപിക്കുമ്പോൾ ദി പോസിബിലിറ്റി ഓഫ് ഈ ക്യാൻസർ കനോട്ട് ബി റൂൾഡ് ഔട്ട് എന്നവർ അതിൻ്റെ ഒരു ഡയഗ്നോസിസാണ്. ഈ അതിൻ്റെ പോസിബിലിറ്റി റൂൾ ഔട്ട് ചെയ്യാൻ കഴിയുകയില്ല എന്നേ അവരെഴുതിയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് അവർ കീമോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എനിക്ക് പരിചയമുള്ള ഒരു ഡോക്ടർ കൂടിയായിട്ട് ചോദിച്ചു, അത് നിങ്ങളെങ്ങനെയാണ് ഈ പോസിബിലിറ്റി കനോട്ട് ബി റൂൾഡ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പഠിച്ചിട്ടുള്ളതിൻ്റെ അർത്ഥത്തിൽ അതിൻ്റെ സാധ്യത തള്ളിക്കളയാൻ പറ്റുകയില്ല എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ എഴുതി വയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കീമോ കൊടുക്കുന്നത് അപകടകരമല്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതിന് ഒരു ഹിസ്റ്റോളജിക്കൽ ടെസ്റ്റിൻ്റെ സാങ്കേതികമായിട്ടുള്ള ഒരാവശ്യമുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്താ ഹിസ്റ്റോളജിക്കൽ ടെസ്റ്റ് നടത്താനുള്ള ബുദ്ധിമുട്ട്? RCC പോലെ ഉള്ളൊരു, ഇപ്പോൾ എല്ലായിടവും ഹിസ്റ്റോളജിക്കൽ ടെസ്റ്റ് ഉണ്ട്, എല്ലാ മുറുകാങ്കടയിലും ഹിസ്റ്റോളജിക്കൽ ടെസ്റ്റ് ഉണ്ട്. അന്ന് RCCയിലെ ഡോക്ടർ പറയുന്നത് ഹിസ്റ്റോളജിക്കൽ ടെസ്റ്റ് അയാൾ പറഞ്ഞത് വാസ്തവമാണെന്ന് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഹിസ്റ്റോളജിക്കൽ ടെസ്റ്റ് നടത്താനുള്ള ഒരു സാങ്കേതിക സംവിധാനം RCCയിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊരു ഡയഗ്നോസിസ്, അതായത് പോസിബിലിറ്റി ഓഫ് മാലിഗ്നൻസി, അതാണ് അതിൻ്റെ ശരിക്കുള്ള ടേം. പോസിബിലിറ്റി ഓഫ് മാലിഗ്നൻസി cannot be ruled out. That is the final diagnosis given by RCC some 10 years back. ഇപ്പം അങ്ങനെ ചെയ്യില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ എല്ലാം അറുത്ത് മുറിച്ച് പറയുന്ന ഹിസ്റ്റോളജിക്കൽ ടെസ്റ്റിൻ്റെ ലാബുകൾ നാട്ടിലെങ്ങും പരന്ന് വ്യാപിച്ച് കിടക്കുകയാണ്. പക്ഷേ ദി ആക്യുറസി ഓഫ് ദാറ്റ് ഹിസ്റ്റോളജിക്കൽ ടെസ്റ്റ്, ദാറ്റ് ഈസ് ദി മേജർ പ്രോബ്ലം. നിങ്ങൾക്കതിൻ്റെ സംവിധാനം ഉണ്ടായി എന്ന് പറഞ്ഞാൽ പോരാ, ആ സംവിധാനത്തിലൂടെ നിങ്ങൾ എന്തുമാത്രം ജനങ്ങളെ കൊല്ലുന്നു അതിൻ്റെ കണക്കും കൂടെ നിങ്ങൾ പറയണം. കാര്യം വെച്ച് കഴിഞ്ഞാൽ ദി ഇനാക്യുറസി, അതെന്ന് പറയുന്നത് ഇനാക്യുറസി ഓഫ് എ ഹിസ്റ്റോപതോളജിക്കൽ ടെസ്റ്റ്, ഇറ്റ് ഈസ് മർഡറസ്. ആ ഇനാക്യുറസി മർഡറസ് ആണ്. അത് പ്രത്യേകിച്ച് നിങ്ങളൊരു വലിയ രോഗം ഒരാളിന്മേൽ ആരോപിക്കുമ്പോൾ, നിങ്ങൾ മാലിഗ്നൻസി ആരോപിച്ച് കീമോയ്ക്ക് ജനങ്ങളെ വിധേയമാക്കുമ്പോൾ, ഇറ്റ് ഈസ് മർഡറസ്. അതായത് ക്ലിനിക്കലായിട്ട് നിങ്ങൾ നടത്തുന്ന ഒരു ടെസ്റ്റ്, ആ ടെസ്റ്റ് അതിൻ്റെ ഏറ്റവും ഈ ന്യൂക്ലിക്കായിട്ടുള്ള അനാലിസിസിൻ്റെ മേഖലയിലേക്ക് കടക്കുന്നതിനുള്ള വൈദഗ്ധ്യം നമുക്കുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരില്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ മോസ്റ്റ് ഓഫ് ദി ലാബ്സ് they are inefficient, they are not able to do it. അങ്ങനെ ചെയ്യാൻ കഴിവില്ലാത്തവർ അവരുടെ നിഗമനങ്ങൾ, അവർ കണ്ട പൂച്ചയും പാമ്പുമൊക്കെ ഇതിനകത്തുണ്ട്, ഈ ന്യൂക്ലിയയിലുണ്ട് എന്ന് കണ്ടിട്ട് എഴുതി കൊടുക്കുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ആധുനിക ഈ വൈദ്യശാസ്ത്ര രംഗത്ത് കേരളം നേരിടുന്ന ഏറ്റവും വലിയ ഭീകരത, ടെററിസം എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള തെറ്റായിട്ടുള്ള, അതായത് ഇനാക്യുറേറ്റഡ് ആയിട്ടുള്ള ഹിസ്റ്റോളജിക്കൽ ആയിട്ടുള്ള ടെസ്റ്റാണ്. ഇനാക്യുറേറ്റ് ഹിസ്റ്റോളജിക്കൽ ടെസ്റ്റ്, ഇറ്റ് ടെററൈസ് പേഷ്യൻസ്. അതാണ് പറയുക, ഇറ്റ് ഈസ് മർഡറസ്. ഇപ്പോൾ ഇതിനെ COVID-19 സംബന്ധിച്ചിടത്തോളം COVID-19 അത്ര മാരകമായ ഒരു രോഗമല്ല. അതിങ്ങനെ വളരെ ഹാംലെസ് ആയിട്ടുള്ള ഒരു വൈറസാണ്.
അത് നമ്മളെ ഇൻഫെക്റ്റ് ചെയ്യുമോ എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ തർക്കം ഉന്നയിക്കുന്നത്. അത് ഇൻഫെക്ഷ്യസ് ആണോ എന്നുള്ള കാര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരിലേക്ക് പകരുന്നതെന്ന് മാത്രമല്ല, നമ്മുടെ ശരീരത്തിൽ അതിനൊരു ഇൻഫെക്ഷൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമോ, ഒരു അണുബാധയിൽ നിന്നുണ്ടാകുന്ന രോഗാവസ്ഥ ഉണ്ടാക്കാൻ പറ്റുമോ, അത് രണ്ടാമത്തെ കാര്യമാണ്. ഈ കാര്യത്തിലൊന്നും വ്യക്തതയില്ല. നിങ്ങളുടെ ശരീരത്തിലൊരു വൈറസ് കണ്ടെത്തി എന്നുള്ളത് കൊണ്ട് അതിന് ആ അണുബാധയിലൂടെ രോഗം ജനറേറ്റ് ചെയ്യാൻ കഴിയുമോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ ആളുകളെ എല്ലാം സാർവത്രികമായി ടെസ്റ്റ് നടത്തി എല്ലാവരും പോസിറ്റീവാണെന്ന് കഴിഞ്ഞ് അവരെ ഏകാന്ത തടവിൽ പാർപ്പിച്ച്, ഇപ്പോൾ ഇന്നും ഒരു ഗർഭിണിയായ സ്ത്രീ മരിച്ചു എന്ന ഒരു റിപ്പോർട്ടുണ്ട്. അപ്പോൾ അത് മരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ നമ്മൾ സൃഷ്ടിക്കുന്ന ഒരു മനഃശാസ്ത്രപരമായ ഒരു അന്തരീക്ഷമുണ്ട്. അതായത് ഈ പ്രസവം എന്ന് പറയുന്നതിനകത്ത് ഒരു റിസ്ക് എലിമെൻറ്റ് ഉണ്ട്, നമ്മൾ മനസ്സിലാക്കണം. പണ്ട് ഈ റിസ്ക് എലിമെൻറ്റ് കൂടുതലായിരുന്നു, ഇപ്പം നമ്മൾ വേറെ ഒരുപാടൊക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ റിസ്ക് എലിമെൻറ്റ് കുറവാണ്. പക്ഷേ ഈ പ്രസവിക്കുന്ന ഒരു പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഒരു ലേഡിയെ സംബന്ധിച്ചിടത്തോളം, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, അവർ ഇതിൻ്റെ ഒരു പരിസര സമ്മർദ്ദം അനുഭവിക്കുമ്പോൾ, വരുമ്പോഴേ നിങ്ങൾ കോവിഡ് ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും അവരനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം വലുതാണ്. ആ മാനസിക സമ്മർദ്ദത്തിൽ നിന്ന് പറഞ്ഞിട്ട് ഒരുപക്ഷെ ബ്ലീഡിങ് ഉണ്ടായി വരികയാണെന്നുണ്ടെങ്കിൽ ആ മാനസിക സമ്മർദ്ദം ഈ ബ്ലീഡിങ്ങിന് കാരണമാകാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ പ്രസവിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളൊരു സിസേറിയൻ ചെയ്യുകയാണ് എന്ന് വരുമ്പോൾ അതിൽ നിന്ന് തന്നെ ബ്ലീഡിങ് ഉണ്ടാകാം. അതും അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങളിപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി നിങ്ങൾ 2 വാക്സിൻ എടുത്തിട്ടുണ്ടെന്നുള്ളൊരു ബോധം നിങ്ങളുടെ ഉള്ളിൽ കിടപ്പുണ്ട്. വാക്സിനൊരു ഉപദ്രവം ചെയ്യണമെന്നില്ല. വാക്സിൻ എടുത്തിട്ടുണ്ട്, അതിൻ്റെ റിപ്പർക്കഷൻ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയം നിങ്ങളുടെ മുന്നിലുണ്ടായാലും അത് അപകടകരമാണ്. അതുകൊണ്ട് അനാശാസ്യമായ ഒരു പരിഭ്രാന്തിയുടെ ഉലകം സൃഷ്ടിക്കുന്നതിൽ വ്യാപൃതനായിരിക്കുന്ന എൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞാൻ പറയുകയാണ്, അത് പറയലൊക്കെ ഇന്ത്യയിലാകെ നിങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇന്ത്യൻ സംസ്ഥാനങ്ങളിലാകെ ചെയ്തിട്ടുണ്ട്, ലോകത്താകെ ചെയ്തിട്ടുണ്ട്. അത് ആരുടെ താല്പര്യമാണ് എന്നിപ്പോൾ കൂടുതൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റ് രാഷ്ട്രങ്ങൾ മാറി നിന്നുകൊണ്ട് ചൈനയെപ്പോലെ ഒഴിവാക്കിക്കൊണ്ട് US-ലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരവസ്ഥ. അതുകൊണ്ടാണ് ഇത് വരുന്ന മിക്കവാറും ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റികളിൽ നിന്നാണ് ഈ ടെസ്റ്റുകളുടെ ആക്യുറസി ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടും ഇതിൽ തെളിയിക്കപ്പെടുന്ന ഈ തെളിവുകൾ എന്ന് പറയുന്ന തെളിവുകളുടെ അടിത്തറ വളരെ ദുർബലമാണെന്നും നിങ്ങൾ കണ്ടെത്തുന്ന അത് ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ്, നിങ്ങൾ കണ്ടെത്തുന്ന വൈറസ് അത് നിങ്ങളുടെ ശരീരത്തിൽ തന്നെ ഒരു രോഗബാധയ്ക്ക് കാരണമായി തീരുമോ എന്നുള്ള ഒന്നാമത്തെ ചോദ്യം, അത് മറ്റുള്ളവരിലേക്ക് പകരുമോ എന്നുള്ള രണ്ടാമത്തെ ചോദ്യം. ഈ 2 ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ വ്യക്തമായിട്ടില്ല, നിങ്ങളുടെ ടെസ്റ്റുകളിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഈ ബ്രിട്ടീഷ് ജേണൽ നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ പറഞ്ഞതുപോലെ സിഗ്നിഫിക്കൻ്റ് അൺസർട്ടൻറ്റീസ് അടിവരയിടേണ്ടുന്ന ഒരു പ്രയോഗമാണ്. റിമെയിൻ ഇൻ ദി എവിഡൻസ് ബേസിൽ നിങ്ങൾക്ക് തന്നെ തെളിവുകളിൽ. പിന്നെ ദർ ഇസ് നോ സച്ച് സ്റ്റാൻഡേർഡ് ദറ്റ് എസ്റ്റാബ്ലിഷസ് ദി ഇൻഫെക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ആ തെളിവിന് ആധാരമായിട്ട് വരുന്ന ഒരു മാനകമുണ്ട്. ആ ഒരു മാനകത്തിൻ്റെ ആബ്സെൻസ്, നിങ്ങൾ ഇന്ന ക്രൈറ്റീരിയൻ വെച്ചാണ് ഇങ്ങനെ പറയുന്നത് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. സാധാരണഗതിയിൽ ഒരു ഗോൾഡൻ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് എന്നൊക്കെയാണ് ഇവിടെ RT-PCR പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് ഗോൾഡൻ സ്റ്റാൻഡേർഡും അല്ല, അതിൻ്റെ ടെസ്റ്റിൻ്റെ ആക്യുറസിയെ തെളിയിക്കാനുള്ളൊരു സ്റ്റാൻഡേർഡ് നമുക്കിതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു ഗോൾഡൻ സ്റ്റാൻഡേർഡ് നമുക്കുണ്ട് എന്നുള്ള വാദത്തെ തള്ളിക്കളയുകയാണ് ചെയ്തിരിക്കുന്നത്. നാം ജീവിക്കുന്ന ലോകത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് ഞാൻ എടുക്കുന്നത് അതിന് UK എന്ന് തന്നെയാണ്. ടോം ജെഫേഴ്സൺ, നട്ട്ഫീൽഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പ്രൈമറി ഹെൽത്ത് കെയർ സയൻസ്, UK. UK തന്നെയുള്ള ടോം ജെഫേഴ്സൺ എന്ന് പറയുന്ന
അദ്ദേഹവും സംഘവും കൂടി നടത്തിയ ചില പരീക്ഷണങ്ങളിൽ നിന്നുള്ള നിഗമനങ്ങളാണ്. PCR offers the capacity to detect RNA in minute quantities, but whether that RNA represents infectious virus may not be clear. അതാണ് അവർ പറയുന്നത്. നിങ്ങൾ പി സി ആറിൽ നിങ്ങളൊരു RNA നിങ്ങൾ ഡിറ്റക്റ്റ് ചെയ്യും, ശരിയാണ്. പക്ഷേ മൈന്യൂട്ട് ക്വാണ്ടിറ്റീസിൽ കിട്ടും. പിന്നെ നിങ്ങൾ അതിനെ ആംപ്ലിഫൈ ചെയ്യും, അതിനെ DNA സ്ട്രാൻഡായിട്ട് മാറ്റും, അതിനെ ആംപ്ലിഫൈ ചെയ്ത് അതിൽ നിന്ന് വളരെ വിശദമായിട്ട് വലുതാക്കി കാണിച്ച് അതിൽ നിന്നാണ് നിങ്ങൾ ഈ പഠനങ്ങളൊക്കെ നടത്തുന്നത്. അതിൻ്റെയൊക്കെ ഈ ഒരു ശാസ്ത്രീയത എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ ഒരു വിശ്വാസമാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്നത് പോലെയാണ് ഈ ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത്. സയൻറ്റിഫിക്കലി കറക്റ്റ് ആവണമെന്നും അതിൽ ഫ്ലൂറസൻസ് കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഡൈഡായിട്ടുള്ള ക്വാണ്ടം കറക്റ്റ് ആയിരിക്കണമെന്നും അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വൈറൽ ലോഡിനെ പറ്റി ഇതിന് പറയാൻ കഴിയുമെന്നും ഒക്കെ ഉള്ളത് നമ്മുടെ ഒരു വിശ്വാസമാണ്. പക്ഷേ ഇവിടെ ഇവർ പറയുന്നത് PCR ഓഫേഴ്സ് ദി കപ്പാസിറ്റി ടു ഡിറ്റക്റ്റ് RNA ഡിറ്റക്റ്റ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി അത് ഓഫർ ചെയ്യുന്നുണ്ട് ഇൻ മൈന്യൂട്ട് ക്വാണ്ടിറ്റീസ്, ചെറിയ ക്വാണ്ടിറ്റീസിൽ. ബട്ട് വെദർ ദറ്റ് RNA റെപ്രസെൻറ്റ്സ് ഇൻഫെക്ഷ്യസ് വൈറസ് മേ നോട്ട് ബി ക്ലിയർ. അതായത് ഇൻഫെക്ഷന് കഴിയുന്ന ഒരു വൈറസിനെയാണോ ഈ RNA റെപ്രസെൻറ്റ് ചെയ്യുന്നത്? നിങ്ങൾ പറയുന്ന ഇതുണ്ടല്ലോ, കൊറോണ എന്ന് പറയുന്ന വൈറസ്, ആ കൊറോണ അത് ഇൻഫെക്ഷ്യസ് ആണോ? ആണെങ്കിൽ തന്നെ ഈ RNA റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ കൊറോണ വൈറസിനെ ആണോ എന്നുള്ളത് ക്ലിയറായിട്ട് ഈ PCR പരീക്ഷണങ്ങളിലൂടെ, PCR ടെസ്റ്റുകളിലൂടെ തെളിയിക്കപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് അവർ കുറേയധികം കാരണങ്ങൾ പറയുന്നുണ്ട്. കൾച്ചറിങ് വൈറസ് ഫ്രം ഹ്യൂമൻ സാമ്പിൾസ്. അപ്പോൾ അത് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹ്യൂമൻ സാമ്പിൾസിൽ നിന്ന് നമ്മൾ സാമ്പിൾസ് എടുക്കുന്നുണ്ടല്ലോ, അതിൽ ഒന്ന് കൾച്ചർ ചെയ്യണം, വൈറസിനെ കൾച്ചർ ചെയ്തെടുക്കണം. PCR tests are unlikely to predict viral culture from human samples. അതായത് PCR ടെസ്റ്റ് അങ്ങനെ ഈ വൈറൽ കൾച്ചറിൽ നിന്ന് ഈ ഹ്യൂമൻ സാമ്പിൾസ് എടുത്തിട്ട് അതിൽ നിന്ന് പ്രെഡിക്റ്റ് വൈറൽ കൾച്ചർ, ഒരു വൈറൽ കൾച്ചറിൻ്റെ ആ ഒരു റിസൾട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ PCR കഴിയുകയില്ല. വൈറൽ കൾച്ചർ ചെയ്യണം, അതായത് ഇതിനെ വൈറലായിട്ട് കൾച്ചർ ചെയ്യേണ്ടി വരും, ഹ്യൂമൻ സാമ്പിൾസിനെ വൈറലായിട്ട് കൾച്ചർ ചെയ്യേണ്ടി വരും. ആ ഒരു വൈറൽ കൾച്ചറിങ് പ്രെഡിക്റ്റ് ചെയ്യാൻ PCR ടെസ്റ്റുകൾക്ക് കഴിയുകയില്ല. Insufficient attention may have been paid how PCR result relate to disease. അതായത് PCR ടെസ്റ്റ്, അതായത് നമ്മൾ സഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു അറ്റൻഷൻ ആ ഡയറക്ഷനിലേക്ക് കൊടുത്തിട്ടില്ല. എന്താണ് PCR റിസൾട്ട് എങ്ങനെയാണ് ഡിസീസുമായിട്ട് ബന്ധപ്പെടുന്നത്? നിങ്ങൾ പറയുന്ന ഒരു ഡിസീസ് ഉണ്ടല്ലോ, അത് ഡിസീസ് ആയിട്ട് ബന്ധപ്പെടുന്നുണ്ടോ PCR റിസൾട്ട്? ഹൗ ഇറ്റ് ഈസ് റിലേറ്റഡ്? ദ റിലേഷൻ വിത്ത് ഇൻഫെക്ഷ്യസ്നെസ് ഈസ് അൺക്ലിയർ. അതായത് നിങ്ങൾ കണ്ടെത്തുന്ന ഈ സ്ട്രാൻഡിൻ്റെ ആ ഇൻഫെക്ഷ്യസ്നെസ് ഈസ് അൺക്ലിയർ. നിങ്ങൾ ഒരു വൈറസിനെ കണ്ടെത്തി എന്ന് പറയുമ്പോൾ വൈറസിനെ കൾച്ചർ ചെയ്തിട്ട് അതിൻ്റെ ഇൻഫെക്ഷ്യസ്നെസ് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ കഴിയണം. പക്ഷേ അതിന് PCR കഴിയുന്നില്ല. വൈറസ് ഈ കൾച്ചറിലൂടെ അതിൻ്റെ ഇൻഫെക്ഷ്യസ്നെസ് അവിടെ പ്രൂവ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള സംവിധാനം അതിനകത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു മെത്തേഡ് വേറൊന്നാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഇൻഫെക്ഷ്യസ്നെസ് എന്ന് പറയുന്നത് അൺക്ലിയർ. യു ആർ നോട്ട് ഏബിൾ ടു എസ്റ്റാബ്ലിഷ് ദി ഇൻഫെക്ഷ്യസ്നെസ്. അതായത് ഇൻഫെക്ഷ്യസ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രോഗം ഉണ്ടാക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവർക്കും രോഗം ഉണ്ടാക്കാൻ അതിന് കഴിയുമോ എന്നുള്ളത് നമ്മൾ ഈ വൈറസിനെ കൾച്ചർ ചെയ്താണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ അത് PCR അതിന് കഴിയില്ല. PCR അതിനുള്ള ഏർപ്പാടില്ല. ആ കൾച്ചറിങ് ആ ഒരു ഫാക്ടർ അതിനകത്തില്ല. അതുകൊണ്ട് PCR എങ്ങനെയാണ് ഡിസീസുമായിട്ട് ബന്ധപ്പെടുന്നു എന്നുള്ളതിനെക്കുറിച്ച് അവ്യക്തതകളുണ്ട്. അതാണ് പറഞ്ഞിരിക്കുന്നത്. ദ റിലേഷൻ വിത്ത് ഇൻഫെക്ഷ്യസ്നെസ് ഈസ് അൺക്ലിയർ ആൻഡ് മോർ ഡാറ്റ ആർ നീഡഡ് ഓൺ ദിസ്. ഇതിന് കുറേ അധികം ഡാറ്റ ഇനിയും വേണ്ടി വരും. നമ്മൾ ഇതുവരെ എസ്റ്റാബ്ലിഷ് ചെയ്യാത്ത ഒരു കാര്യത്തിലാണ് മുൻകൂട്ടി നമ്മൾ ഈ പറഞ്ഞതുപോലെ കരുതൽ, ജാഗ്രത,
ലോക്ക്ഡൗൺ, വാമൂടൽ, മൂക്കുമൂടൽ, ഇതില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കും എന്ന് പറഞ്ഞിട്ട് ആളുകളെ വിരട്ടിയിട്ട് നമ്മൾ കച്ചവടക്കാരൻ, നമ്മളെ ഭരിക്കാനായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന കച്ചവടക്കാരൻ, നമ്മളിപ്പോൾ ഏറ്റവും തന്ത്രശാലിയായ ഒരു കച്ചവടക്കാരനാണ്. അതായത് ഈ പറഞ്ഞില്ലേ, ക്യാപിറ്റലിസത്തിൻ്റെ ഒരു യുഗത്തിൽ ഇപ്പോൾ നമുക്കൊരു അംബാനി തന്നെ വേണമെന്നില്ല നമ്മളെ ഭരിക്കാൻ. അംബാനിയേക്കാളും തന്ത്രശാലിയായ ഒരു കച്ചവടക്കാരൻ എങ്ങനെയാണ് മനുഷ്യൻ്റെ ജീവന് വിലപേശി മാസ്കുകൾ വിറ്റഴിച്ച്, ടെസ്റ്റുകൾ വിറ്റഴിച്ച് പണമുണ്ടാക്കുന്നത് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരുന്നോടാ, എനിക്കിനി വോട്ട് ചെയ്യുക, അടുത്ത 5 വർഷക്കാലം ഞാൻ ഇനിയും ഇത് തന്നെ ചെയ്യും എന്ന് പറയുന്ന ഒരു ഭരണാധികാരി നമുക്കുണ്ടായിരിക്കുന്നു. അങ്ങനെ ഈ പുഴുക്കൾ, ഈ കീടങ്ങൾ വായും മൂക്കും മൂടിക്കെട്ടി ഇങ്ങനെ തെരുവിലൂടെ സഞ്ചരിക്കുമ്പോൾ അവിടെയെല്ലാം ഒരു പതാക പാറിപ്പറക്കുന്നുണ്ട്. അത് ടെസ്റ്റ് വിൽക്കുന്നവൻ്റെ, ഒരു ദിവസം 1.5 ലക്ഷം ടെസ്റ്റ് വിൽക്കുക എന്ന് പറയുന്ന അസംബന്ധ നാടകത്തെ ഈ കേരളം എന്ന് പറയുന്ന ഒരു നാട്ടിൽ അവതരിപ്പിച്ചുകൊണ്ട് അതിൻ്റെ പുരപ്പുറത്ത് കയറി നിൽക്കുന്ന ഒരാളിവിടെ ഉണ്ട് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം അവമാനമാണ്. നമ്മൾ പ്രബുദ്ധത എന്ന് പറയുമ്പോൾ നമ്മൾ സാമാന്യ യുക്തി കൊണ്ട് നമ്മുടെ ലാബിൻ്റെ കപ്പാസിറ്റികളെ പറ്റി അറിയുന്ന ഞാൻ ഒരു ദിവസം 1.5 ലക്ഷം ടെസ്റ്റ് നടത്തി എന്ന് പറയുമ്പോൾ ആ ടെസ്റ്റിൻ്റെ സാങ്ക്ടിറ്റിയെപ്പറ്റി, ടെസ്റ്റിൻ്റെ ആക്യുറസിയെപ്പറ്റി, ആ ടെസ്റ്റിൻ്റെ റിസൾട്ട് അതിൽ നിങ്ങൾ എന്ത് കണ്ടെത്തുന്നു എന്ന് ചോദിക്കാതെ ഒരു പോസിറ്റിവിറ്റിയുടെ കണക്ക്, ഒരു കശാപ്പുകാരൻ ഇന്ന് ഞാൻ കൊന്ന ആടുകളുടെ എണ്ണം എത്ര എന്ന് പറയുന്നത് പോലെ, ഇന്ന് ഞാൻ ടെസ്റ്റ് നടത്തി പീഡിപ്പിച്ചവരുടെ എണ്ണം എത്ര, അതിൽ പോസിറ്റീവായി കണ്ടെത്തിയവർ, അതായത് കൊല്ലാൻ വിധിക്കപ്പെട്ടവർ എത്ര പേർ, അതിൻ്റെ ശതമാനമെന്ത് എന്ന് വൈകുന്നേരം അതിൻ്റെ കണക്ക് പറയുമ്പോൾ അയാൾ ഒരു കശാപ്പ് മുട്ടിക്ക് മുമ്പിൽ ഒരു കശാപ്പ് കത്തിയുമായി ഇരുന്ന് ഈ രക്തം പുരണ്ട ഈ കശാപ്പ് മുട്ടിയിൽ ഒരു കണക്ക് പുസ്തകം വെച്ച് വായിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനൊരു ദുരന്തം കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. ഇത് കണ്ട് സഹിച്ചിരിക്കുന്ന ഒരു ജനത കേരളത്തിലുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരു 5ാം ക്ലാസ് കുട്ടിക്ക് പോലും മനസ്സിലാകുന്ന കാര്യമാണ്. 1.5 ലക്ഷം ടെസ്റ്റ് നടത്താൻ വേണ്ടിയുള്ള ഒരു കപ്പാസിറ്റി എന്ന് പറയുന്ന കേരളത്തിലെ ടെസ്റ്റുകൾക്കില്ല. അങ്ങനെ നടത്തിയാൽ അതിന് ആക്യുറസി ഉണ്ടാകുകയില്ല. ആ ടെസ്റ്റ് പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കള്ളമാണ്. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ കള്ളം വിൽക്കുന്ന ഒരാൾ അതിൽ നിന്നുണ്ടാക്കുന്ന ലാഭത്തിൻ്റെ ഉന്മാദത്തിൽ വീണ്ടും ജയിച്ച് കയറിയിട്ട് നമ്മുടെ തലയിൽ കയറി നിന്നുകൊണ്ട് എൻ്റെ വിജയത്തിൻ്റെ ആഹ്ലാദ പ്രകടനം നടത്തുകയാണ് കൂടുതൽ വീര്യത്തോടെ, പൂർവാധികം വീര്യത്തോടെ. പിണറായി വിജയ ഇത് നിങ്ങളെ അവമാനിക്കാൻ വേണ്ടി പറയുന്നതല്ല. നിങ്ങൾ ചെയ്യുന്ന കുറ്റകൃത്യത്തിൻ്റെ ആഴം എന്താണെന്ന്, തീവ്രത എന്താണെന്ന് അത് നിങ്ങൾ തിരിച്ചറിയണം എന്നുള്ളത് കൊണ്ട് പറയുകയാണ്. നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതാണ് ഈ 1.5 ലക്ഷം ടെസ്റ്റ്. ആരും റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഏതോ ഒരു ദുർബല മുഹൂർത്തത്തിൽ WHO-യിൽ നിന്ന് ടെസ്റ്റ് എന്ന് പറഞ്ഞത് കേട്ട് കേരളത്തിലിരിക്കുന്ന അതിൻ്റെ വൈതാളികന്മാരെല്ലാവരും കൂടെ ടെസ്റ്റിൻ്റെ ലാഭസാധ്യതകൾ കണക്കാക്കിയിട്ട് എന്നാൽ അത് തന്നെ ആകട്ടെ എന്ന് പറഞ്ഞ് ജനങ്ങളുടെ മേൽ ഇത് അടിച്ചേൽപ്പിച്ച് ശ്വാസം കിട്ടിയും ഓക്സിജനും കിട്ടാതെ, ഇന്നലത്തെ റിപ്പോർട്ട് ഓക്സിജൻ കിട്ടാതെ മരിച്ചു എന്ന് പത്രം പറയുമ്പോഴത്തേക്കും ആശുപത്രി മാനേജ്മെൻറ്റ് പറയുന്നു ഇവിടെ ഓക്സിജനൊക്കെ ഉണ്ടായിരുന്നു. ഓക്സിജൻ ഉണ്ടായിരുന്നിട്ടും മരിക്കുന്നു, ആളുകൾക്ക് ശ്വാസം മുട്ടുന്നു. ആ തരത്തിലൊരു ഇന്ത്യയെ നമ്മൾ ഉണ്ടാക്കിയെടുത്തു. നരേന്ദ്രമോദിയുടെ ഇന്ത്യ അതാണ്. നരേന്ദ്രമോദി എന്ന് പറയുന്നത് നമുക്കറിയാം. നമ്മൾ പറഞ്ഞില്ലേ, കൊലച്ചോര കണ്ട് മടുത്ത ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചോളം ഒരു പുതുമയുള്ള കാര്യമല്ല. ആളുകൾ ശ്വാസം മുട്ടി നിലവിളിക്കുന്നതും മരിച്ചു വീഴുന്നതും അങ്ങനെയുള്ള ഭരണാധികാരികൾക്കൊരു പ്രശ്നമല്ല. കേരളത്തിൽ അത് ആവർത്തിക്കാൻ ശ്രമിക്കുന്ന പിണറായി വിജയനോട് പറയുകയാണ്, കേരളം ഈ പ്രബുദ്ധമാണെന്ന് പറയുന്നത് ഒരു തമാശയല്ലെങ്കിൽ തീർച്ചയായും കേരളം ഇതിനോട് പ്രതികരിച്ചിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ ഇതിനോട് പ്രതികരിച്ചിരിക്കും. നിങ്ങൾ മാസ്കിൻ്റെ ലാഭമുണ്ടാക്കാനും
ടെസ്റ്റിൻ്റെ ലാഭം ഉണ്ടാക്കാനും വെൻറ്റിലേറ്റർ വാങ്ങിച്ചതിൻ്റെ കമ്മീഷനിൽ നിന്നുള്ള ലാഭം ഉണ്ടാക്കാനും ബെഡുകൾ കൂടുതലായി അറേഞ്ച് ചെയ്യുന്നതിൻ്റെ ലാഭം ഉണ്ടാക്കാനും ആശുപത്രിക്കാരുമായി ഉടമ്പടി ഉണ്ടാക്കി അതിൽ നിന്ന് ഇടനില ലാഭം ഉണ്ടാക്കാനും വേണ്ടി ചെയ്യുന്ന ഈ തരത്തിലുള്ള ഈ വ്യാപാരം എന്ന് പറയുന്നത് അത് വൈദ്യശാസ്ത്ര രംഗത്ത്, അതായത് നമ്മളിപ്പോൾ ജീവൻ രക്ഷയ്ക്ക് വേണ്ടിയാണ് നമ്മൾ വൈദ്യശാസ്ത്രം ഉണ്ടാക്കുന്നത്. മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി നമ്മളുണ്ടാക്കിയിരിക്കുന്ന ഈ ജീവശാസ്ത്ര രക്ഷയുടെ രംഗത്ത് നിങ്ങൾ തീക്കളി കളിക്കരുത്, തീ കൊണ്ട് കളിക്കരുത്. നിങ്ങളിത് അടിയന്തരമായിട്ട് നിർത്തലാക്കിയേ മതിയാവൂ എന്ന് പറയുകയാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ടെസ്റ്റിന് ആക്യുറസി ഇല്ല, ഒരു ടെസ്റ്റിനും ആക്യുറസി ഇല്ല, കൃത്യതയില്ല എന്ന് പഠനം നടത്തിയിട്ടുള്ളവർ ഏകസ്വരത്തിൽ വിളിച്ചു പറയുമ്പോൾ, അതല്ല ഇത് ആക്യുറേറ്റാണ്, ഇതിൽ നിന്ന് ഇൻഫെക്ഷൻ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും, അങ്ങനെ നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ പറ്റുമെന്ന് ഒരു ടെസ്റ്റ് നടത്തിയ ആരും വിളിച്ചു പറയുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇൻസഫിഷ്യൻ്റ് അറ്റൻഷൻ മേ ഹാവ് ബീൻ പെയ്ഡ് ഫോർ ഹൗ PCR ടെസ്റ്റ് റിലേറ്റഡ് ടു ഡിസീസ്. അതായത് ഈ പറയുന്ന ഡിസീസും ഈ PCR ടെസ്റ്റും തമ്മിൽ എങ്ങനെ ബന്ധപ്പെടുത്താൻ പറ്റുമെന്നുള്ളതിനെ സംബന്ധിച്ച് സഫിഷ്യൻ്റായിട്ടുള്ള ഒരു അറ്റൻഷൻ, ശ്രദ്ധ ഉണ്ടായിട്ടില്ല എന്നാണ് ടോം ജെഫേഴ്സൺ പറയുന്നത്. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഒരു ഹെൽത്ത് സെൻറ്ററിൻ്റെ ഹെഡാണ്. അദ്ദേഹത്തിൻ്റെ ഈ കൂടെയുള്ള ശാസ്ത്രജ്ഞന്മാരും കൂടി നടത്തിയിട്ട് പറയുന്നതാണ്, ഇൻസഫിഷ്യൻ്റ് അറ്റൻഷൻ മേ ഹാവ് ബീൻ പെയ്ഡ് ഹൗ PCR ടെസ്റ്റ് റിസൾട്ട് ടു ഡിസീസ്. അതായത് ഈ PCR ടെസ്റ്റിൽ തെളിയുന്ന ഒരു റിസൾട്ട്, ആ റിസൾട്ടിനെ നിങ്ങൾക്ക് എങ്ങനെ ഒരു ഡിസീസുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റും എന്നുള്ളതിനെപ്പറ്റി, നിങ്ങൾ പറയുന്ന COVID-19 ബന്ധപ്പെടുത്താൻ പറ്റും എന്നുള്ളതിനെപ്പറ്റി നമ്മൾ വേണ്ടത്ര ശ്രദ്ധ വച്ചിട്ടില്ല. ദ റിലേഷൻ വിത്ത് ഇൻഫെക്ഷ്യസ്നെസ് ഈസ് അൺക്ലിയർ. ഇൻഫെക്ഷ്യസ്നെസ് എന്ന് പറയുന്നത് മറ്റൊരു ഫാക്ടറാണ്. ഒരു അണുവിനെ നിങ്ങൾ കാണുന്നു, അണു എന്തുമാത്രം ഇൻഫെക്ഷ്യസ് ആണ്, നിങ്ങളുടെ ശരീരത്തെ അതെങ്ങനെ ബാധിക്കുന്നു, അണു നിങ്ങളുടെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് എത്രത്തോളം ഇൻഫെക്ഷ്യസ് ആയിട്ട് മാറുന്നു, നിങ്ങളുടെ മറ്റ് അവയവങ്ങളെ അതെങ്ങനെ ബാധിക്കുന്നു, നിങ്ങളുടെ ശ്വാസക്കുഴലിനെ എങ്ങനെ ബാധിക്കുന്നു, അതൊക്കെ ഒന്നും ക്ലിയർ അല്ല. നിങ്ങൾ കണ്ടുപിടിച്ച ഈ ഒരു സാധനത്തിന്, നിങ്ങളുടെ PCR ടെസ്റ്റിൽ തെളിഞ്ഞ ഒരു സാധനത്തിന് ഇൻഫെക്ഷ്യസ്നെസ് ഉണ്ടോ എന്നുള്ള കാര്യം വ്യക്തമല്ല. is unclear and more data are needed at this. If this is not understood, PCR result may lead to restrictions of large groups of people who do not represent an infection risk. ഇത് മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഒരു അപകടം ഉണ്ടാകും. എന്താണ് അപകടം എന്ന് പറയുന്നത്? ആ റിസ്ക് എന്ന് പറയുന്നത് എന്താണ്? PCR results may lead to restrictions of a large group of peoples. ലാർജ് ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിളിനെ പല നിയന്ത്രണങ്ങൾക്കും വിധേയമാക്കേണ്ടി വരും. ഇന്നലെ നിങ്ങൾ വൈകിട്ട് ഇവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞ തരത്തിലുള്ള നിയന്ത്രണങ്ങൾക്ക് ലാർജ് സെക്ഷൻസ് ഓഫ് പീപ്പിളിനെ, വലിയ കൂട്ടം ആളുകളെ വലിയ തോതിൽ ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം. അപ്പോൾ വലിയ തോതിൽ ആളുകളെ, വലിയ കൂട്ടം ആളുകളെ, ലാർജ് ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ ഹൂ ഡു നോട്ട് റെപ്രസെൻറ്റ് ആൻ ഇൻഫെക്ഷൻ റിസ്ക്. ഇൻഫെക്ഷൻ റിസ്ക് ഇല്ലാത്ത ഒരു വലിയ കൂട്ടം ആൾക്കാരെ പലതരം നിയന്ത്രണത്തിനും നിങ്ങൾക്ക് വിധേയമാക്കേണ്ടി വരും. അവരെ വായും മൂക്കും നിങ്ങൾ മൂടിക്കെട്ടും. അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വിലക്ക് കൽപ്പിക്കും. അവരുടെ കടകൾ അടപ്പിക്കും. അവരുടെ ജീവിതത്തെ തന്നെ നിങ്ങൾ അടപ്പിക്കും. എന്തുകൊണ്ടാണ്? ഇത് നിങ്ങൾ അറിയുന്നില്ല, ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എങ്കിൽ. അതായത് ഒരു PCR ടെസ്റ്റിൽ തെളിയുന്ന ഒരു വൈറസ് എങ്ങനെയാണ് ഇൻഫെക്ഷ്യസ് ആകുന്നത്, അതിൻ്റെ ഇൻഫെക്ഷ്യസ്നെസ്സിൻ്റേതായിട്ടുള്ള ആ തീവ്രത എന്താണ്, അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള കടുപ്പവും അതിൻ്റേതായിട്ടുള്ള ഇൻഫെക്ഷ്യസ്നെസ്സിൻ്റേതായിട്ടുള്ള ആ ദൗർബല്യവും എന്താണ്, അത് ഇൻഫെക്ഷ്യസ്നെസ് അത്രയധികം ഉണ്ടോ എന്നുള്ളതാണ്. ഇൻഫെക്ഷ്യസ്നെസ്സും അതായത് ഒരു വൈറസിനെ നിങ്ങൾ കണ്ടെത്തുന്നു എന്നുണ്ട് ഇല്ല, ആ അണു നിങ്ങളുടെ ശരീരത്തിലുണ്ട് എന്നുള്ളതുകൊണ്ട്, ഒരു വൈറസോ ഒരു ബാക്ടീരിയയോ നിങ്ങളുടെ ശരീരത്തിലുണ്ട് എന്ന് PCR തെളിയിച്ചത് കൊണ്ടായില്ല.
പക്ഷേ ഹൗ ഫാർ ഇറ്റ് ഈസ് ഇൻഫെക്ഷ്യസ്, അത് എത്രത്തോളം ഇൻഫെക്ഷ്യസ് ആകുന്നു, അതിൻ്റെ വ്യാപ്തി എന്താണ്, ആ ഇൻഫെക്ഷൻ്റെ വ്യാപ്തി എന്താണ്, അളവെന്താണ്, തീവ്രത എന്താണ്, അത് എന്തുമാത്രം ദുർബലമാണ് ഇൻഫെക്ഷ്യസ്നെസ്സിൻ്റെ കാര്യത്തിൽ, അത് തീരെ ഇൻഫെക്ഷ്യസ് അല്ലാത്തതായിരിക്കാം, അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. അങ്ങനെ കാണാതെ നിങ്ങൾ PCR ടെസ്റ്റിൽ വരുന്ന, ഇവിടെ PCR ടെസ്റ്റ് ഒന്നും അല്ല, ആൻറ്റിജൻ പോലും അല്ല, ഇവിടുത്തെ മുറുക്കാൻകട ലാബുകളിൽ നിന്ന് വരുന്ന ടെസ്റ്റുകൾ 1,00,000 ടെസ്റ്റുകളുടെ പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് ഇതൊന്നും അല്ല എന്ന് പിണറായി വിജയന് തന്നെ അറിയാം. ഇത് RT-PCR എന്ന് പറയുന്ന ഏറ്റവും ശാസ്ത്രീയമായിട്ടുള്ള ന്യൂക്ലിക് ടെസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ആ ടെസ്റ്റിൽ തെളിയുന്ന ഒരു RNA സ്ട്രാൻഡോ അല്ലെങ്കിൽ ഒരു വൈറസോ അത് നിങ്ങൾ കൾച്ചർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ ഇൻഫെക്ഷ്യസ്നെസ്സിനെ പറ്റി ഒന്നും പറയാൻ പറ്റുകയില്ല. അതിൻ്റെ ഇൻഫെക്ഷ്യസ്നെസ്സിനെ പറ്റി നിങ്ങൾക്ക് ധാരണയില്ല എന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം പകർച്ച സ്വഭാവമുള്ളതാണെന്നും അത് എങ്ങനെ നമ്മുടെ മറ്റുള്ള അവയവങ്ങളെ ബാധിക്കുമെന്നും മറ്റുള്ളവരിലേക്ക് പകരുമെന്നും ഉള്ളതിനെ പറ്റി നിങ്ങൾക്ക് അതിനെ ബന്ധപ്പെടുത്താൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ലാർജ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, വളരെയധികം ആൾക്കാരെ നിങ്ങൾ വലിയ റെസ്ട്രിക്ഷൻസിന് വിധേയരാക്കേണ്ടി വരും. അത് ഇൻഫെക്ഷൻ റിസ്ക് ഇല്ലാത്ത ഒരു വലിയ വിഭാഗം ആൾക്കാരെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പറയുന്നത്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, നിങ്ങൾ നാളെയും ഇത് തന്നെ ചെയ്യും, മറ്റന്നാളും ഇത് തന്നെ ചെയ്യും. വെച്ചാൽ ഇന്ത്യയിൽ ഉടനീളം ചെയ്തുകൊണ്ടിരിക്കുന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാം സപ്പോർട്ടുണ്ട്, ഗ്രൗണ്ട് സപ്പോർട്ടുണ്ട്. ലോകത്ത് പലയിടത്തും ഇത് നിർത്തി എൻ്റെ പ്രിയ സഖാവിനൊന്നും വിളിക്കുന്നില്ല. അതിനുള്ള അർഹത നിങ്ങൾക്കില്ല. ആ സഖാവാകണമെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ പ്രാഥമികമായൊരു മനുഷ്യനാകണം. അവന് കർണങ്ങളുണ്ടാകണം, കണ്ണുകളുണ്ടാകണം. ഈ ഇന്ദ്രിയങ്ങളിലൂടെ മനുഷ്യരാശിയുടെ വേദന എന്തെന്നറിയുന്നവനായിരിക്കണം. ഇവിടെ മനുഷ്യൻ എന്തുമാത്രം സഫർ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ നോക്കുമ്പോൾ കുറേ പേര് സ്കൂട്ടറിൽ പോകുന്നു, കുറേ പേര് കാറിൽ പോകുന്നു, കുറേ പേര് ബസ്സിൽ പോകുന്നു, അവിടെ ഇവിടെയും കടകളൊക്കെ തുറന്നിരിക്കുന്നു. അപ്പോൾ എൻ്റെ രാജ്യം വളരെ മനോഹരമായി വികസിച്ചു കൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ഞാൻ വികസനത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ വിജയത്തിലേക്ക് ഒരു വല്ലാത്ത ഒരു മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നു, എല്ലാം മനോഹരമെന്ന് നിങ്ങൾ കരുതുന്നു. പക്ഷേ നിങ്ങൾ ശിക്ഷിക്കുന്നത് ഇൻഫെക്ഷൻ റിസ്ക് ഇല്ലാത്ത ഒരു വലിയ ജനക്കൂട്ടത്തെ നിങ്ങൾ ശിക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ കേരളത്തിൽ ശിക്ഷിക്കുകയാണ്, ഇന്ത്യയിൽ എമ്പാടും ശിക്ഷിക്കുകയാണ്. ചില സംസ്ഥാനങ്ങൾ മാത്രം കുറച്ചൊക്കെ മൈൽഡായിട്ട് ഈ കാര്യത്തിൽ പെരുമാറുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഞാൻ പറയുന്നപ്പോൾ വടക്കേ ഇന്ത്യയിൽ അത് ചെയ്യുന്നു. പക്ഷേ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞില്ലേ, 1957 മറ്റൊരു ചരിത്രമാണ് ലോകത്തോട് പറഞ്ഞത്. ആ പറഞ്ഞ കേരളത്തെ നയിക്കുന്നത് US ഇമ്പീരിയലിസം, US കൊളോണിയലിസത്തിൻ്റെ കൂട്ടിൽ കിടക്കുന്ന ഞാൻ അതിനെ വിശേഷിപ്പിക്കുന്നില്ല ആരാണ് എന്നുള്ളത്, ഒറ്റുകാരാണ് എന്നുള്ളത് കൊണ്ട് അവർക്ക് വിധേയത്വം നരേന്ദ്രമോദിയോടാണ്. ആസാമിലെ BJP ആരോഗ്യമന്ത്രിക്ക് നരേന്ദ്രമോദിയോട് വിധേയത്വം ഉണ്ടാകുന്ന നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ കേരളത്തിലെ ഈ പറയുന്ന ഇടതുപക്ഷമെന്ന് അവകാശപ്പെടുന്ന ഒരു മന്ത്രി ഈ വിധേയത്വം എന്തിനു കാണിക്കണം? ഇവിടെയുണ്ടല്ലോ, ഇവിടെ ഒരു വിദഗ്ധ സമിതി ഉണ്ടല്ലോ, ഡോക്ടർമാർ വൈകുന്നേരം ചർച്ചയ്ക്കിരിക്കുന്ന ഡോക്ടർമാരുണ്ടല്ലോ. അവരാരും PCR ടെസ്റ്റിനെ പറ്റി വന്നിട്ടുള്ള ആക്ഷേപങ്ങളെപ്പറ്റി അത് പറഞ്ഞില്ല. അതിൽ തെളിയുന്ന ഒരു വൈറസും ഇൻഫെക്ഷ്യസ്നെസ്സും തമ്മിൽ ഉണ്ടാകുന്ന ഒരു ഗ്യാപ്പിനെ പറ്റി ഉണ്ടാകുന്ന ഈ നിഗമനങ്ങൾ, അത് ആരോ ആകട്ടെ അങ്ങനെ ഒരു അഭിപ്രായമുണ്ടെന്നെങ്കിലും ലോകത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തണ്ടേ? അത് നമുക്കൊരു ആത്മവിശ്വാസം പകർന്നു തരികയില്ലേ? അതുകൊണ്ട് നമ്മളങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. ഇതിങ്ങനെയൊക്കെയാണ് ഇത് പടരുന്നത് പറയുന്നെങ്കിലും ശാസ്ത്രജ്ഞന്മാർ, ഇവരാണ് ശാസ്ത്രജ്ഞന്മാർ. ഈ ശാസ്ത്രജ്ഞന്മാർ മറ്റഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ആകെ പറഞ്ഞില്ലേ, മേയോ ക്ലിനിക്കും CDCയും WHO അല്ലാതെ വേറെ ഒരു കേന്ദ്രത്തിൽ നിന്നും നിങ്ങൾ ഈ പറയുന്നത് പോലെ ഈ RT-PCR തെളിയുന്നതൊക്കെയും മഹത്തരമാണെന്ന് പറഞ്ഞിട്ടില്ല. വേറെ ഒരു ശാസ്ത്രീയ കേന്ദ്രത്തിൽ നിന്നും പറഞ്ഞിട്ടില്ല. മേയോ ക്ലിനിക് എന്ന് പറയുന്നത് പിന്നെ പിണറായി വിജയൻ്റെയും കൂടെ ക്ലിനിക്കാണ്. അതുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയന് പിന്നെ അങ്ങനെയല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ മേയോ ക്ലിനിക്ക് ഒന്നുകൂടെ നോക്കണം. എനിക്ക് മേയോ ക്ലിനിക്കിൽ
എഫിക്കസിയെ പറ്റി വേറെ ഡിഫറെൻ്റ് ഒപ്പീനിയൻ ഉണ്ടോ എന്ന് എനിക്ക് നോക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ CDC എല്ലാം തല തിരിച്ചും മറിച്ചും പറയുന്നു, WHO എല്ലാം തല തിരിച്ചും പറയുന്നു, ഇൻകൺസിസ്റ്റൻസി അവിടെ ഉണ്ട്. അതുകൊണ്ട് അവർക്ക് അവ്യക്തതകളുണ്ട്, അവരത് ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. രാഷ്ട്രീയ ലക്ഷ്യമുള്ളത് കൊണ്ടാണ് അവർ ഈ വൈറസിനെ അവരുടെ ടേബിളിൽ നിന്ന് പ്രോക്രിയേറ്റ് ചെയ്ത് ജനറേറ്റ് ചെയ്ത് അവർ പലയിടത്തായിട്ട് അയച്ചത്. പക്ഷേ ഇതിന് ഈ പറയുന്ന പോലെ അത്ര ഇൻഫെക്ഷ്യസ് അല്ല. ആ ഇൻഫെക്ഷ്യസ്നെസ് ഇതുവരെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അത് കേട്ട പാതി കേൾക്കാത്ത പാതി അവിടെ നിന്ന് ഒരുത്തൻ ടെസ്റ്റ് എന്ന് അലറുമ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് വേറൊരുത്തൻ ടെസ്റ്റ് എന്ന് പറയുന്നത് അവർ തമ്മിലുള്ള ഈ പറഞ്ഞില്ല ജന്മാന്തര ബന്ധം കൊണ്ടാണ്. അല്ലാതെ അതിനകത്ത് യാതൊരു ശാസ്ത്രീയതയില്ല. അതേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ അടുത്ത് വരുന്ന ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് റോബർട്ട് എച്ച് ഷോമർലിംഗ്, സീനിയർ എഡിറ്റർ. അത് ഒരു ഹാർവാർഡ്, അത് അമേരിക്കയിൽ നിന്ന് വരുന്നതാണ്. ഹാർവാർഡ് ജേണലിൻ്റെ ഒരു പേരാണ്. അയാളുടെ പേരെന്താ? ഷ്മർലിംഗ്, SHMERLING ആണ്. അയാൾ സീനിയർ എഡിറ്റർ ഓഫ് ഹാർവാർഡ് ജേണലാണ്. ഹാർവാർഡ് എന്ന് പറയുന്നത് ഒരു കുഴപ്പം പിടിച്ച യൂണിവേഴ്സിറ്റിയാണ്, അമേരിക്കയിലെ തന്നെ യൂണിവേഴ്സിറ്റിയാണ്. അവർ ഇറക്കുന്നൊരു ജേണലുണ്ട്. ആ ജേർണലിൽ അവർ ഈ പലതരത്തിലും ഇതിൻ്റെ മഹത്വത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. പറഞ്ഞതിന് ശേഷം ദി ട്രൂ ആക്യുറസി ഈസ് അൺസേർട്ടൻ എന്നവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് അമേരിക്കയിലെ ഹാർവാർഡ് എന്ന് പറയുന്നതാണ്. ദി ട്രൂ ആക്യുറസി ഈസ് അൺസേർട്ടൻ. അത് ഹാർവാർഡ് ജേർണലിൽ നിന്ന് പറയുന്നതാണ്. ദി ട്രൂ ആക്യുറസി ഈസ് അൺസേർട്ടൻ. We don't have precise measures of accuracy for these tests. അയാൾ രണ്ടാമത് പറയുന്നതാണ് പ്രിസൈസ് മെഷേഴ്സ് ഫോർ ആക്യുറസി. ആക്യുറസിക്കുള്ള വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഉപാധികൾ നമുക്കില്ല. അതായത് വളരെ കൃത്യതയുള്ള ക്ലിപ്തതയുള്ള മെഷേഴ്സ് നമുക്കില്ല. ഹൗ കെയർഫുള്ളി എ സ്പെസിമെൻ ഈസ് കളക്റ്റഡ് ആൻഡ് സ്റ്റോർഡ് മേ അഫക്റ്റ് ആക്യുറസി. അതായത് എത്ര ശ്രദ്ധാപൂർവമാണ് ഒരു സ്പെസിമെൻ കളക്ട് ചെയ്യുന്നതെന്നും സ്റ്റോർ ചെയ്യുന്നതെന്നും പിന്നീട് നമ്മളത് ലാബിൽ കൊണ്ടുപോകുമ്പോൾ കൈകാര്യം ചെയ്യുന്നത് എന്നൊക്കെ ആക്യുറസി അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അയാളിപ്പോൾ ഇതിൻ്റെ ആക്യുറസി ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടത്തെ പറ്റിയല്ല പറയുന്നത്. ആക്യുറസി ഉണ്ടാകാൻ സാധ്യതയില്ലാത്തത് എന്തുകൊണ്ട് എന്നാണ് പറയുന്നത്. വിത്തൗട്ട് എ ലോങ് ട്രാക്ക് റെക്കോർഡ് അസസ്മെൻറ്റ് ഓഫ് ആക്യുറസി ക്യാൻ ഓൺലി ബി അപ്രോക്സിമേറ്റ്. കാര്യം പുതിയതായിട്ടുള്ള വൈറസാണ്. ഒരു ലോങ് ട്രാക്ക് റെക്കോർഡില്ല. ഒരു ലോങ് ട്രാക്ക് റെക്കോർഡില്ലാത്തടത്തോളം കാലം ആക്യുറസി ക്യാൻ ഓൺലി ബി അപ്രോക്സിമേറ്റ്. ഒരിക്കലും കൃത്യമായിട്ടുള്ള ഒരു ആക്യുറസി ഒന്ന് ഒരിക്കലും ഉണ്ടാകുകയില്ല. വി ഡോണ്ട് ഹാവ് എ ഡെഫിനിറ്റ് ഗോൾഡ് സ്റ്റാൻഡേർഡ് ടെസ്റ്റ്. RT-PCR ഗോൾഡ് സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ആണെന്ന് WHO പറയുമ്പോൾ ഹാർവാർഡിലിരിക്കുന്ന അതേ വിദഗ്ധൻ പറയുന്നത് വി ഡോണ്ട് ഹാവ് എ ഗോൾഡ് സ്റ്റാൻഡേർഡ് ടെസ്റ്റ്. ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഉണ്ടെങ്കിൽ അതിനെ ഒരു മാനദണ്ഡമായിട്ട് വെച്ചിട്ട് ഇതിനെ നമുക്ക് വീണ്ടും പരിശോധിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞിപ്പോൾ ആൻറ്റിജനിൽ കറക്റ്റ് അല്ലാതെ വരുന്നതിനെ നമ്മൾ വീണ്ടും RT-PCR കൊണ്ട് ചെയ്യുന്നു. RT-PCR ഗോൾഡൻ സ്റ്റാൻഡേർഡ് ആണെന്നും പറഞ്ഞാണ് ചെയ്യുന്നത്. പക്ഷേ അയാൾ പറയുന്നത് a golden standard test. It itself is not a golden standard test and it should be otherwise tested. അതിൻ്റെ റിസൾട്ട് ടെസ്റ്റ് ചെയ്യപ്പെടേണ്ടതാണ് എന്നാണ് അവിടെ പറയുന്നത്. However, our scoping review also uncovered imperfect methods for estimating diagnostic performance in the absence of gold standard. ഗോൾഡ് സ്റ്റാൻഡേർഡിൽ നമ്മൾ ഇംപെർഫെക്റ്റ് മെത്തേഡ്സാണ് ഈ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ആൻഡ് ഡെമോൺസ്ട്രേറ്റ് ദി ആക്യുറസി ഓഫ് ദി ടെസ്റ്റ് ഷുഡ് ബി ഇൻ്റർപ്രറ്റഡ് വിത്ത് കോഷൻ. അതുകൊണ്ട് എന്താണ് ഹവർ അവർ സ്കോപ്പിംഗ് റിവ്യൂ ആൾസോ അൺകവേർഡ് നമ്മൾ പുറത്തു കൊണ്ടുവന്നത് ഇതിൻ്റെ ഇംപെർഫെക്റ്റ് മെത്തേഡ്സ് ഫോർ എസ്റ്റിമേറ്റിംഗ് ഡയഗ്നോസ്റ്റിക് പെർഫോമൻസ് ഇൻ ദി ആബ്സെൻസ് ഓഫ് ഗോൾഡ് സ്റ്റാൻഡേർഡ്. ഗോൾഡ് സ്റ്റാൻഡേർഡ് ഇല്ലാത്ത സ്ഥലത്ത് അതിൻ്റെ ആ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ആ മെത്തേഡ്സാണ്, അതായത് അപര്യാപ്തമായിട്ടുള്ള മെത്തേഡ്സാണ് ഞങ്ങൾ അൺകവർ ചെയ്തത് ഞങ്ങളുടെ പരീക്ഷണങ്ങളിലൂടെ. ആൻഡ് ഡെമോൺസ്ട്രേറ്റഡ്
ദി ആക്യുറസി ഓഫ് ദിസ് ടെസ്റ്റ് ഷുഡ് ബി ഇൻ്റർപ്രറ്റഡ് വിത്ത് കോഷൻ. അതായത് ഈ ടെസ്റ്റുകളെ അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ ഇറ്റ് ഷുഡ് ബി ഇൻ്റർപ്രറ്റഡ് വിത്ത് കോഷൻ. അതായത് ടെസ്റ്റ് റിസൾട്ട് വരുമ്പോൾ അതിനെ വളരെ കരുതലോടുകൂടി വേണം ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടത്. ഒരു ടെസ്റ്റ് റിസൾട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടി, അത് പോസിറ്റീവ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ ചാടി പിടിച്ച് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് 5:30 മണിക്ക് വന്നിട്ട് ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായമാണ് ഇവിടെ ഉള്ളത്. പക്ഷേ ഇത് ഹാർവാർഡിൽ നിന്ന് തന്നെ പറയുന്നു, നിങ്ങൾക്കൊരു ടെസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഡയഗ്നോസിസിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഇൻ്റർപ്രറ്റഡ് വിത്ത് സർട്ടൻ കോഷൻ. നിങ്ങൾ ആ ടെസ്റ്റിനെ ഇൻ്റർപ്രറ്റ് ചെയ്യണം. ഒരു ടെസ്റ്റ് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ ടെസ്റ്റ് റിസൾട്ടിനെ ഇൻ്റർപ്രറ്റ് ചെയ്യണം. നിങ്ങൾക്കിവിടെ ഇൻ്റർപ്രറ്റ് ചെയ്യാനൊന്നുമില്ല. നിങ്ങൾ എവിടെയെങ്കിലും ഒരു പൂച്ചയെ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായി പോസിറ്റീവ്, അവിടെ വെച്ച് തീർന്നു, അവിടെ വെച്ച് ക്ലോസ് ചെയ്തു, രോഗവും സ്ഥിരീകരിച്ചു, ചികിത്സയും തുടങ്ങി, ഈ ലോകവും കൊട്ടിയടച്ചു. അതാണ് അതിൻ്റെ രീതി. പക്ഷെ പറയുന്നത് എന്താണ് അവർ പറയുന്നത്? ഇറ്റ് ഷുഡ് ബി റിസൾട്ട് ഷുഡ് ബി ഇൻ്റർപ്രറ്റഡ് വിത്ത് കോഷൻ. വളരെ കരുതലോടുകൂടി മാത്രമേ അതിനെ വ്യാഖ്യാനിക്കാവൂ. എന്നാലേ നിങ്ങൾക്കൊരു കറക്റ്റ് ഡയഗ്നോസിസിൽ എത്താൻ പറ്റൂ. കരുതലോടെ വ്യാഖ്യാനിക്കണം എന്ന് പറയുമ്പോൾ ആ ടെസ്റ്റ് നിങ്ങൾ വീണ്ടും വേറെ ഇപ്പോൾ പറഞ്ഞില്ലേ ഒരു CT സ്കാൻ ടെസ്റ്റുമായിട്ടോ അല്ലെങ്കിൽ ഒരു അതിന് സമാനമായിട്ടുള്ള ടെസ്റ്റുകളുമായിട്ടോ നിങ്ങൾ താരതമ്യപ്പെടുത്തുകയോ പഠിക്കുകയോ രോഗിയെ വീണ്ടും പരിശോധിക്കുകയോ ഒക്കെ ചെയ്തതിന് ശേഷമേ നിങ്ങൾക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ടാണ് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഇൻ്റർപ്രറ്റഡ് വിത്ത് കോഷൻ. അല്ല അതെല്ലാമായി അവിടെ വെച്ചെല്ലാം പൂർണ്ണമായി കഴിഞ്ഞു, ഇനി നമ്മൾ മറ്റൊന്നും നോക്കാനില്ല. ഇവിടെ അങ്ങനെയാണല്ലോ. നിങ്ങൾ ഏതെങ്കിലും ഒരു ടെസ്റ്റിനെ ഒരു ലാബിൽ നിങ്ങൾ പറഞ്ഞില്ലേ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ രോഗമാണ് മറ്റു രോഗമാണെന്നും പറഞ്ഞിട്ട് ഒരു ഡയഗ്നോസ്റ്റിക് ലാബിൽ നിങ്ങൾക്ക് ഒരു റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പിന്നെ വേറൊന്നും നോക്കുന്നില്ല. അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടുന്ന യാതൊരു കാര്യവും നിങ്ങൾക്കില്ല. നിങ്ങൾ വീണ്ടും രോഗിയെ പരിശോധിച്ചത് ഒന്നുകൂടെ റിവ്യൂ ചെയ്യേണ്ട യാതൊരു കാര്യവും നിങ്ങൾക്കില്ല. നിങ്ങളുടനെ തന്നെ അങ്ങ് തുടങ്ങുകയാണ് രോഗിയുടെ മേലുള്ള മർദ്ദനം. അതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ നിസാരമായ ഈ ഇൻഫെക്ഷ്യസ് ആണോ അല്ലയോ എന്ന് സംശയമില്ലാത്ത ഈ ഒരു വൈറസിൻ്റെ കാര്യത്തിൽ പോലും റിസൾട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് ബി വിത്ത് കോഷൻ. വേണ്ടത്ര മുൻകരുതലുകളോടുകൂടി അവധാനതയോടുകൂടിയാണ് നിങ്ങൾ അതിൻ്റെ റിസൾട്ടിനെ ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ നാലാമത്തത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹെൽത്ത് റിസർച്ച് ആൻഡ് ബയോമെഡിക്കൽ സെൻറ്റർ അറ്റ് ദി യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽസ് ബ്രിസ്റ്റോളിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് റിസർച്ച് ആൻഡ് ബയോമെഡിക്കൽ സെൻറ്റർ അവിടെ നിന്ന് അവർ നടത്തിയ ആ പഠനത്തിൻ്റെ റിപ്പോർട്ടാണ്. അറ്റ് പ്രസൻറ്റ് ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റ് റിമെയിൻ ദി കോർണർ സ്റ്റോൺ. ഈ ന്യൂക്ലിക് ആസിഡ് ടെസ്റ്റ് ആണ് ഇതിൻ്റെ ഒരു കോർണർ സ്റ്റോൺ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അറ്റ് പ്രസൻറ്റ് none of the diagnostic tests for COVID-2 appears suitable for wide-scale deployment and large prospective studies are urgently needed to clarify their utility. അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. അറ്റ് പ്രസൻറ്റ് ഇന്നത്തെ സാഹചര്യത്തിൽ നൺ ഓഫ് ദി ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഫോർ COVID-2 appears suitable for wide-scale deployment. ഇപ്പോഴുള്ള RT-PCR ടെസ്റ്റ് ഉൾപ്പെടെയുള്ള ഒരു ടെസ്റ്റും വ്യാപകമാക്കാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി അപ്പിയേഴ്സ് സ്യൂട്ടബിൾ, അതിന് യോഗ്യമായിട്ടുള്ളതല്ല. അത് ആൻറ്റിജൻ ആയാലും ആൻറ്റിബോഡീസ് ടെസ്റ്റ് ആയാലും ട്രൂനാറ്റ് ടെസ്റ്റ് ആയാലും RT-PCR ടെസ്റ്റ് ആയാലും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള യാതൊരു ടെസ്റ്റും എന്താണ് ഇതിന് യോജിച്ചതല്ല. ഏതിന് യോജിച്ചതല്ല? ഫോർ വൈഡ് സ്കെയിൽ ഡിപ്ലോയ്മെൻറ്റ്. വൈഡ് സ്കെയിൽ ഡിപ്ലോയ്മെൻ്റ് എന്ന് വെച്ചാൽ ഈ പറഞ്ഞില്ലേ നമുക്ക് ചെറിയ തരത്തിൽ ഒരു 5-10 പേര് അല്ലെങ്കിൽ ഒരു 100 പേര് വേണമെങ്കിൽ ആ ടെസ്റ്റ് നടത്തി നോക്കാം. അല്ലാതെ ഇവിടെ 1.5 ലക്ഷം പേർക്ക് ഒരു ദിവസം ടെസ്റ്റ് നടത്തുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പിണറായി വിജയൻ്റെ പേര് അറിഞ്ഞിട്ടാണോ ഇവർ എഴുതിയെന്ന് തോന്നുന്നു. അത് അങ്ങനെ വൈഡ് സ്കെയിൽ ഡിപ്ലോയ്മെൻറ്റിന് പറ്റിയ അതിന് സ്യൂട്ടബിളായിട്ടുള്ള ഒരു ടെസ്റ്റും നമുക്കില്ല. അത് പ്രോസ്പെക്റ്റീവ് ആൻഡ് ലാർജ് പ്രോസ്പെക്റ്റീവ് സ്റ്റഡീസ് ആർ അർജൻ്റ്ലി നീഡഡ് ടു ക്ലാരിഫൈ ദെയർ യൂട്ടിലിറ്റി. അതായത് അവരുടെ യൂട്ടിലിറ്റിയെ പറ്റി പഠിക്കാൻ വേണ്ടി അത് എത്ര പ്രയോജനക്ഷമമാണ് ഉപയോഗക്ഷമമാണെന്ന് പഠിക്കാൻ പ്രോസ്പെക്റ്റീവായിട്ടുള്ള സ്റ്റഡീസ് ആവശ്യമായിരിക്കുകയാണ്.
ആ പഠനങ്ങൾ നടത്തിയിട്ട് നിങ്ങളിതിനെ വ്യാപിപ്പിച്ചാൽ മതി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പിണറായി വിജയൻ ചെയ്യുന്നത് പോലെ ലാർജ് സ്കെയിലിൽ ഇതിങ്ങനെ ഡിപ്ലോയ് ഈ ഇങ്ങനെ എല്ലായിടവും ടെസ്റ്റ് കഴിയുന്നത്ര പരമാവധി ടെസ്റ്റ് നടത്തുക എന്നിവിടെ ICMR പറഞ്ഞു. അത് അബദ്ധമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. അതിൻ്റെ യൂട്ടിലിറ്റിയെ പറ്റി, ഓരോ ടെസ്റ്റിൻ്റെ യൂട്ടിലിറ്റിയെ പറ്റി വ്യക്തമായി പ്രോസ്പെക്റ്റീവായിട്ടുള്ള സ്റ്റഡീസ് നടത്തിയതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ബ്രിസ്റ്റളിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ടെസ്റ്റ് ചെയ്യരുതേ മുഖ്യമന്ത്രി എന്ന് ഞാൻ കുറേ നാളുകൊണ്ട് അപേക്ഷിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സാമം എന്ന് പറഞ്ഞിട്ട് ദാനം, ഭേദം, ദണ്ഡം എന്നൊക്കെ പറഞ്ഞൊക്കെ പണ്ടത്തെ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ പറയുന്നത് ഇതൊന്നും ഒരിക്കലും ആരുടെയും സ്വകാര്യ ആവശ്യത്തിന് വേണ്ടിയല്ല, പറയുന്നത് നമ്മുടെ പൊതുവായിട്ടുള്ള താല്പര്യത്തിന് വേണ്ടിയാണ്, ഒരു ജനതയുടെ താല്പര്യത്തിന് വേണ്ടിയാണ്. നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു കോൺസ്പിറസി ഈ ലോകത്താകെ തന്നെ ഉണ്ട്, അത് നമുക്കറിയാം. അത് വളരെ വ്യക്തമാണ്. CDC WHO നേതൃത്വത്തിൽ അവരുടേതായിട്ടുള്ള നെക്സസ് വർക്ക് ചെയ്യുന്നുണ്ട്. അതിനെ ഇവിടുത്തെ ICMR വിഴുങ്ങുന്നുണ്ട്. ഇവരെല്ലാം ഈ കാര്യത്തിൽ ഇൻകൺസിസ്റ്റൻ്റ് ആണെന്ന് നമുക്കറിയാം. ഇന്ന് പറയുന്നതല്ല അവർ നാളെ പറയുന്നതെന്നുള്ള കാര്യവും അറിയാം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വായു കൂടെ പകരുന്നു എന്ന് പറഞ്ഞ ആ കാര്യം തന്നെ പറഞ്ഞു കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ വായു കൂടെ പകരുന്നില്ല എന്ന് പറയുന്നതും CDC തന്നെയാണ്. ഈ ആൻറ്റിജൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ഷുഡ് നെവർ ബി യൂസ്ഡ് ഫോർ ക്ലിനിക്കൽ പർപ്പസസ് എന്ന് പറഞ്ഞതും CDCയും WHO തന്നെയാണ്. അതാണ് നമ്മളിവിടെ വ്യാപകമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് മാത്രമല്ല, RT-PCR മുതൽ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടെസ്റ്റും അങ്ങനെ വ്യാപകമായി ചെയ്യാൻ പറ്റിയ തരത്തിലുള്ളതല്ല. അവയുടെ യൂട്ടിലിറ്റിയെ പറ്റി ഇനിയും വളരെ കൃത്യമായിട്ടുള്ള പഠനം നടത്തിയതിന് ശേഷമേ അത് വ്യാപകമായി ജനങ്ങൾക്ക് മേൽ പ്രയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് ബ്രിസ്റ്റളിൽ നിന്ന് പറയുന്നത്. ഞാൻ പറയുന്ന കാര്യമല്ല ഇത്. വിജയൻ അത് മനസ്സിലാക്കുക. ഇത് നിങ്ങൾ ഈ പറഞ്ഞില്ലേ, ആളുകളുടെ വലിപ്പച്ചെറുപ്പം നോക്കി നിങ്ങൾ വലിയ ആളായിരിക്കുക. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എത്ര പൊക്കമുണ്ടോ, നിങ്ങൾ ഈ ലോകം മുഴുവൻ വളർന്നു നിൽക്കുന്ന ഒരു മഹാവനമായിരിക്കുക. അതൊക്കെ നിങ്ങൾക്ക് അഭിമാനിക്കാം. നിങ്ങളങ്ങനെ കൊണ്ട് നടക്കുന്നവരുണ്ടാകാം, നിങ്ങളെ പൂജിക്കുന്നവരുണ്ടാകാം, നിങ്ങളൊരു വിഗ്രഹമാണെന്ന് കരുതുന്നവരുണ്ടാകാം. അതൊക്കെ ശരി, അതിനൊന്നും എനിക്ക് കുഴപ്പമില്ല. നിങ്ങളുടെ പേഴ്സണലായിട്ട് ടാർണിഷ് ചെയ്യാൻ ഞാൻ ഒന്നും പറഞ്ഞില്ല. പറയേണ്ട സമയത്ത് പോലും ഞാൻ പറഞ്ഞു. എനിക്ക് ആകെ ഈ ഒരു വിദ്വേഷം ഉണ്ടായത് ഇയാൾ മറ്റേ കൈരളിയിലിരിക്കുന്ന കൊഞ്ചിരാമനായിട്ട് ചഞ്ചലാക്ഷികളുമായിട്ട് എപ്പോഴും ഇങ്ങനെ കൊഞ്ചിക്കൊണ്ടിരിക്കുന്ന രാമനുണ്ടല്ലോ, അതിനാണ് പൂന്താനം പറയുന്നത്. കോലകങ്ങളിൽ സേവകരായിട്ട് കോലം കെട്ടി നടക്കുന്ന അതൊക്കെ ആളുകളുണ്ട്. അപ്പോൾ അയാൾ ജോൺ ബ്രിട്ടാസ്, അപ്പോൾ അയാൾ നിങ്ങളിങ്ങനെയുള്ള ഒരാളാണെന്ന് പറഞ്ഞപ്പോഴാണ് ആദ്യമായിട്ട് എനിക്ക് ആ തരത്തിൽ ഒരു രാഷ്ട്രീയമായിട്ട് നിങ്ങളോട് ശരിക്കും പറഞ്ഞാൽ വിദ്വേഷം തന്നെ ഉണ്ടായത്. അതുപോലെ ഞാൻ പല കാര്യങ്ങളും എതിർക്കുമ്പോഴും നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളോടും എനിക്ക് പറഞ്ഞില്ലേ, റെസ്പെക്റ്റ് ഉണ്ടാകേണ്ട കാര്യങ്ങളിൽ റെസ്പെക്റ്റ് ഉണ്ടായിട്ടുണ്ട്. പല കാര്യങ്ങളും പലരും പല ചെയ്തികളും നിങ്ങളെ വിമർശിച്ചപ്പോഴും ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, നിങ്ങളത്ര ഗുണവാനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്നുകൊണ്ടല്ല, ഒരു ശരാശരി കമ്മ്യൂണിസ്റ്റ് ബോധമായിട്ട് വന്ന് നമ്മുടെ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നത് നമ്മുടെ ഒരവജയത്തിൻ്റെ ദിശയിൽ ഒരാളിങ്ങനെ വന്നു എന്നുള്ള രീതിയിലുള്ള സഹതാപം നിങ്ങളോട് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഈ രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നത്തിൻ്റെ പേരിലല്ല. ഇക്കാര്യം ഞാനിത് പറഞ്ഞില്ലേ, കുറേ നാൾ കൊണ്ടേ ഇത് പറഞ്ഞില്ലേ, ഇങ്ങനെ നമ്മൾ ചെയ്യണോ എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ത്യക്ക് മാതൃക കാണിച്ചു കൊടുക്കേണ്ടത് കേരളമാണ്. നമ്മൾ കേരളം മാതൃകയാണെന്ന് പറഞ്ഞാൽ പോലെ മാതൃക ഇതാണ്, കേരളത്തിൻ്റെ മാതൃക ഇതാണ് എന്ന് നമ്മൾ പറയണം. ഈ പറഞ്ഞില്ല, ഈ തരത്തിലുള്ള സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷനൊക്കെ നടത്തിയിട്ട് അവർ പറയുന്നു ഇപ്പോൾ നടക്കുന്ന ഒരു ടെസ്റ്റും ഇതിന് യോഗ്യമല്ല എന്ന് പറയുന്നു. അത് ഇന്ത്യയോട് പറയണം. നിങ്ങൾ മുഖ്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ പോകുമ്പോഴത്തേക്ക് പറഞ്ഞില്ലേ, അത് നരേന്ദ്രമോദി നിങ്ങളും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ എന്തായാലും ഉണ്ടാവും. ഇപ്പോൾ അതിന് ഭാഷയൊന്നും വേണ്ട, രണ്ടുപേരും ഏതാണ്ട് ഒരേ ഇനത്തിൽപ്പെട്ടതായതുകൊണ്ട് പ്രത്യേകിച്ച് ഭാഷയൊന്നും വേണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്ത് നോക്കുമ്പോൾ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അപ്പോഴും നിങ്ങൾക്ക് പറയാം, ഇങ്ങനെയൊക്കെയാണ്, ഇത് വൈഡ് സ്പ്രെഡായിട്ട്
ഈ എല്ലായിടവും നമ്മൾ ടെസ്റ്റ് നടത്തേണ്ട കാര്യമില്ല. ടെസ്റ്റ് നമ്മൾ കൺട്രോൾ ചെയ്യണം. നമ്മൾ വേറെ മെത്തേഡ്സ് നമ്മൾ നോക്കണം. ആളുകളുടെ ഈ ശാരീരികാവസ്ഥ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള വേറെ സാധാരണ മാർഗ്ഗങ്ങൾ നമ്മൾ അവലംബിക്കണം. ആളുകളെ കഴിയുന്ന സ്വതന്ത്രരായി വിട്ടു നോക്കണം. അങ്ങനെ നിന്നിട്ടേ ചെയ്യാൻ പറ്റുമല്ല. ഇതുകൊണ്ട് ഇത് ഒന്നിൻ്റെ മാനദണ്ഡമല്ല എന്ന് ലോകം മുഴുവൻ പറയുമ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് അത് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയണം. പിന്നെ ഞാൻ അവസാനമായിട്ട് ഒരു ഡോക്യുമെൻ്റ് പറയുന്നത് മാറ ജി എസ്പിനാൾ. അവർ അരിസോണ യൂണിവേഴ്സിറ്റി കോളേജ് ഹെൽത്ത് സൊല്യൂഷൻസ് എന്നാണ് വരുന്നത്. അവർ പ്രൊഫസർ ഹണ്ടർ എന്ന് പറയുന്ന ഒരു കക്ഷിയുടെ ഒരു ദീർഘമായ ലേഖനമാണ്. അപ്പോൾ അതിലങ്ങനെ ഒരു സയൻറ്റിഫിക് റിസർച്ചിൻ്റെ കാര്യങ്ങളൊന്നും അല്ല. അപ്പോൾ ഹണ്ടറുടെ അഭിപ്രായം അവർ പറഞ്ഞിരിക്കുന്നത് ഇതിൽ ഉള്ള വേറെ ചില പ്രായോഗിക പ്രശ്നങ്ങളാണ്. ഇൻസഫിഷ്യൻറ്റ് ടെസ്റ്റ് കിറ്റ്സ് ഒന്ന്, അതായത് ടെസ്റ്റ് കിറ്റ്സിൽ നമ്മൾ വൈറസിനെ വരെ കൊണ്ടുവരുന്നുണ്ട് എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഓവർ ഡയഗ്നോസിസ്, മിസ് ഡയഗ്നോസിസ്. ഈ ഒരു സാഹചര്യത്തിൽ വരുന്നത് ഓവർ ഡയഗ്നോസിസ് ഉണ്ട്. അതായത് ആവശ്യത്തിലും അധികം നമ്മൾ ഡയഗ്നോസിസ് നമ്മൾ നടത്തുന്നുണ്ട്, മിസ് ഡയഗ്നോസിസ് നടത്തുന്നുണ്ട്. മേക്ക് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ഡിറ്റർമിൻ ദി റിയൽ നമ്പർ അഫക്റ്റഡ്. അതാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഓവർ ഡയഗ്നോസിസ് അല്ലെങ്കിൽ മിസ് ഡയഗ്നോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ക്ലാസിക് എക്സാമ്പിൾ എന്ന് പറയുന്നത് ആദ്യം ഇവിടെ ഇറ്റലിയിൽ നിന്ന് രണ്ട് കുടുംബങ്ങളെ നമ്മൾ സമീപിച്ച രീതിയാണ്. അതൊരു ഓവർ ഡയഗ്നോസിസ് ആയിരുന്നു, മിസ് ഡയഗ്നോസിസ് ആയിരുന്നു. അന്ന് മുതൽ പറയുന്നുണ്ട്. സാധാരണ ഇതിൽ നമ്മൾ ഇത് പരീക്ഷിക്കാൻ അറിയാം. അവർക്ക് ജലദോഷവും പനിയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരി തന്നെയാണ്. ഇപ്പോൾ ഇറ്റലിയിൽ നിന്നൊക്കെ യാത്ര ചെയ്ത് വരുന്നവർക്ക് വീട്ടിൽ വരുമ്പോൾ ജലദോഷവും പനിയും പിടിക്കുന്നത് അത്ഭുതമൊന്നുമല്ല. അപ്പോൾ അവിടെ തന്നെ അവർ ഇറ്റലിയിൽ നിന്ന് വന്നവരാണ്, അതുകൊണ്ട് അവർ രോഗം കൊണ്ടുവരുന്നവരാണെന്ന് പിന്നെ ഏതൊരു സായിപ്പ് അവിടെ കോവളത്ത് കുളിക്കാൻ വന്നപ്പോഴത്തേക്ക് അയാളെ പിടിച്ചുകൊണ്ട് പോയി. അയാൾ പോയിടെല്ലാം റൂട്ട് മാപ്പ് ഉണ്ടാക്കി നോക്കി. അവിടെ അങ്ങ് ഒരു കുഴപ്പമില്ലായിരുന്നു. ഈ പറഞ്ഞ പോലെ അവിടെ അമ്മച്ചി നടയിൽ ആളെല്ലാം കൂടെ പൊങ്കാലയിട്ട് ഒരു കുഴപ്പമുണ്ടായില്ല. ഏറ്റവും ഒരു ഇലക്ഷൻ നടന്ന സെൻറ്റേഴ്സിലൊന്നും അല്ല ഇതുണ്ടായിട്ടുള്ളത്. അതൊന്നുമല്ല അതിൻ്റെ കാരണം. അതങ്ങനെ ഒരു സ്പ്രെഡ് ഉണ്ടായി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതൊരു ഹലൂസിനേഷനാണ്, അതൊരു സോഷ്യൽ ഹലൂസിനേഷനാണ്. നമുക്ക് ചെറിയ പനി വരുമ്പോഴത്തേക്ക് നമ്മൾ കൊറോണ ആക്രമിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് അതൊരു സൈക്കോ സോഷ്യൽ ഹലൂസിനേഷനാണ്, അതിനപ്പുറം ഒന്നുമല്ലത്. അപ്പോൾ ഇദ്ദേഹം പറയുന്നതാണ് ഈ ഓവർ ഡയഗ്നോസിസും മിസ് ഡയഗ്നോസിസും കാരണം നമുക്കിതിൻ്റെ നമ്പർ തിട്ടപ്പെടുത്താൻ കഴിയുന്നില്ല. ശരിയായിട്ടുള്ള ഡയഗ്നോസിസ് നടക്കുന്നില്ല. ഇതിന് ഡയഗ്നോസിസ് വേണം. നിങ്ങളൊരു ടെസ്റ്റ് നടത്തിയെന്ന് പറഞ്ഞിട്ട് ഇറ്റ് ഈസ് ദി എൻഡ് ഓഫ് ഡയഗ്നോസിസ് എന്നൊക്കെ പറയാൻ പറ്റില്ല. ഡയഗ്നോസിസ് വേണം. മേക്ക് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ഡിറ്റർമിൻ ദ റിയൽ നമ്പർ അഫക്റ്റഡ്. ആക്യുറേറ്റ് ഡയഗ്നോസിസ് ഇസ് നെസസറി സോ ദറ്റ് ഹോസ്പിറ്റൽസ് ആൻഡ് റിസോഴ്സസ് ആർ അലോക്കേറ്റഡ് റിയൽ കേസസ്. അതാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മളിപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ മുഖ്യമന്ത്രി ആളുകളെ വിളിച്ച് പറഞ്ഞെന്താണ്? നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങൾ ആശുപത്രി പറയരുത്, നിങ്ങൾ കൺട്രോൾ റൂമിൽ പറയണം. കൺട്രോൾ റൂമിൽ പോലീസുകാരുടെ അടുത്ത് വിളിച്ച് പറയണം. പോലീസുകാരെന്ത് ചെയ്യാനാ? പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്ന ആളിനെയും കൊണ്ട് എവിടെയാണോ അത് കൊണ്ട് തള്ളേണ്ടത് അവിടെ കൊണ്ട് തള്ളി കൊടുക്കും. അപ്പോൾ അദ്ദേഹം പറയുന്നത് അതായത് ആക്യുറേറ്റ് ഡയഗ്നോസിസ് ഉണ്ടെങ്കിൽ ഈസ് നെസസറി സോ ദാറ്റ് ഹോസ്പിറ്റൽസ് ആൻഡ് റിസോഴ്സസ് ആർ അലോക്കേറ്റഡ് ടു റിയൽ കേസസ്. ജെനുവൻ കേസസിനാണ് നമ്മൾ ആശുപത്രി കൊടുക്കേണ്ടത്. അഫക്റ്റഡ് ആയിട്ടുള്ള കേസസിനാണ് നമ്മൾ ആശുപത്രി കൊടുക്കേണ്ടത്. എന്തെങ്കിലും ഒരു രോഗബാധ ഉള്ളവർക്കാണ്. അപ്പോൾ അത് കഴിയണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഡയഗ്നോസിസ് ഉണ്ടാവണം. ഡയഗ്നോസിസ് കഴിഞ്ഞതിന് ശേഷമേ നിങ്ങൾ ആശുപത്രിയിലേക്ക് ആളിനെ അയക്കാവൂ. നിങ്ങളൊരു പറഞ്ഞില്ലേ, ഒരു പ്രദേശം മുഴുവനും ഇറങ്ങിയിട്ട് അവിടെ മുഴുവനും ഒരു ടെസ്റ്റ് നടത്തി, ആ ടെസ്റ്റിൽ മുഴുവനും ടെസ്റ്റ് കഴിയുമ്പോഴത്തേക്ക് പറഞ്ഞില്ലേ അതിനകത്ത് ടെസ്റ്റ് കിറ്റിൽ വൈറസ് ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള പനിയോ ഒക്കെ ഒരു പ്രദേശത്ത് വ്യാപകമായിട്ട് 2 ദിവസം കഴിയുമ്പോൾ ആ പനി അങ്ങ് പോകും. അത്രയുള്ള പ്രശ്നമൊന്നുമില്ല. നിങ്ങളെല്ലാവരെയും കൂടെ ഈ ഡൽഹിയിലെ ആശുപത്രി തള്ളിക്കയറ്റി എന്തായിരിക്കും അവസ്ഥ? ജെനുവിനായിട്ട് അസുഖമുള്ളവരെ മാത്രമേ അവിടെ കൊണ്ടുപോകാൻ പാടുള്ളൂ എന്നാണ് ഈ ഡോക്ടർ പറയുന്നത്. എന്നാലേ ചികിത്സ നടക്കൂ. ഇത് ആളുകളെല്ലാം ഈ ഓവർ ഡയഗ്നോസിസും മിസ് ഡയഗ്നോസിസും നടത്തിയിട്ട് ആളുകളെ മുഴുവനും മഹാരാഷ്ട്രയിലെ ഈ പറഞ്ഞില്ലേ ഉള്ളതും ഇല്ലാത്തതുമായ ആശുപത്രികളെ മുഴുവൻ തിക്കിത്തിരക്കി കയറ്റുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഇപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ വാക്സിനേഷന് വേണ്ടി നമ്മുടെ സാധാരണ മനുഷ്യർ കിടന്ന് കഷ്ടപ്പെടുന്ന ആ കാഴ്ച നമ്മളൊന്ന് കാണുക. ഒരാവശ്യമില്ലാത്തതാണ്.
പിന്നെ അവരങ്ങനെ ചെയ്തെങ്കിലും ആശിക്കട്ടെ. അവർ പറഞ്ഞില്ല, അവരുടെ സകല പ്രത്യാശയും തകർക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് ഇവിടെ ഉള്ളത്. അവരുടെ വാക്സിനേഷൻ വരുമ്പോൾ അതൊരു കച്ചിത്തുരുമ്പാണെന്നെങ്കിലും കരുതട്ടെ എന്ന് വെച്ചാണ് ഞാൻ ആദ്യം വരെ പറയുന്നത്. അത് ചെയ്യട്ടെ എന്നാണ്. എന്നിട്ടും എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അതിൻ്റെ എഫിക്കസി, ഇപ്പോൾ വാക്സിനേഷൻ്റെ എഫിക്കസിയെ പറ്റിയോ ടെസ്റ്റിൻ്റെ എഫിക്കസിയെ പറ്റിയോ ഒന്നിനെപ്പറ്റി യാതൊരു ധാരണയും ഇല്ലാത്ത ഒരു ഭരണ സംവിധാനത്തിൽ ജനങ്ങളെ ഇങ്ങനെ വളരെ നരകയാതനയിലേക്ക് തള്ളിവിടണം. ഈ ഞാൻ നേരത്തെ പറഞ്ഞു, ഓരോ വീടും കരയുകയാണെന്ന് പറഞ്ഞു. ആ കരച്ചിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല. നിങ്ങളുടെ വിജയാരവത്തിൽ ആ കരച്ചിൽ മുങ്ങിപ്പോയിരിക്കുകയാണ്. ഓരോ വീടും ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. വളരെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുമായിട്ട്, മിഡിൽ ക്ലാസ്സുമായിട്ട്, ലോവർ മിഡിൽ ക്ലാസ്സുമായിട്ട്, വർക്കിംഗ് ക്ലാസ്സുമായിട്ട് നിരന്തരമായ ബന്ധമുണ്ട്. എല്ലാ ദിവസവും ബന്ധപ്പെടുന്ന ഒരാളെന്ന നിലയിൽ എനിക്കറിയാം. ഒരിക്കലും എന്താവശ്യം വന്നാലും അഭിമാനത്തിൻ്റെ പേരിൽ ഈ കൈനീട്ടുകയില്ല എന്ന് നിർബന്ധമുള്ള, ശാഠ്യമുള്ള, പോക്കറ്റ് കൊണ്ടിട്ട് കൊടുത്താലും വാങ്ങാത്ത വർക്കിംഗ് ക്ലാസ്സിൽപ്പെട്ടുള്ള ആൾക്കാരറിയാം. ഇപ്പോൾ അവർ 10 മടങ്ങ് തേങ്ങിക്കൊണ്ട് നിങ്ങളുടെ കിറ്റ് കൊടുത്തു എന്നൊന്നും പറഞ്ഞൊന്നും അവർക്ക് ജീവിക്കാൻ പറ്റില്ല. പക്ഷെ കടം കയറിയിട്ടുണ്ട്. ഉള്ള കുടിലും തറയും ജാമ്യം വെച്ച് കടമെടുത്തിട്ടുണ്ട്. നിരാധാരമാകുമ്പോഴത്തേക്ക് കുട്ടികളെ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട്. അവരുടെ മധ്യത്തിലാണ് അവരുടെ രോദനങ്ങൾക്ക് മീതെയാണ് നിങ്ങളുടെ വിജയാരവം. NDAക്കാരെ എത്ര വോട്ട് അപ്പുറത്ത് കൊടുത്തു, കോൺഗ്രസ്സുകാരന് എത്ര വോട്ട് ഇപ്പുറത്ത് കിട്ടി. നമുക്ക് ഈ ഒരു സാഹചര്യം അതിനെപ്പറ്റിയൊന്നും വലുതായിട്ടൊന്നും ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യണം. അത് നമ്മുടെ രാഷ്ട്രഭാവമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. പക്ഷേ ഇത് അതിനേക്കാളും പ്രധാനമാണ്. അതുകൊണ്ട് നമ്മൾ ഈ ആശുപത്രികളിൽ പറഞ്ഞില്ല, ഇനിയിപ്പോൾ ഈ നേരത്തെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്റർ എന്നും പറഞ്ഞ് ഒരു അസംബന്ധം നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആളിലൊക്കെ അവിടെ നിന്നിട്ട് പോയി, അത് പൂട്ടിക്കെട്ടിപ്പോയി. ഇനിയിപ്പോൾ അതെല്ലായിടവും ഉണ്ടാക്കാൻ പോവുകയാണെന്നും അവിടെ എല്ലാ ആളെ പിടിച്ച് കിടത്താൻ പോവുകയാണെന്നൊക്കെയാണ് പറയുന്നത്. എനിക്കറിയില്ല നമ്മുടെ നാട് എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കഷ്ടമാണ്, തീർച്ചയായിട്ടും കഷ്ടമാണ്. നോയിങ് ദാറ്റ് വൈറസ് പ്രസൻറ്റ് ഈസ് നോട്ട് വാട്ട് വി റിയലി വാണ്ട് ടു നോ. അതായത് നമ്മൾ യഥാർത്ഥത്തിൽ അറിയാൻ ശ്രമിക്കുന്നത് ഒരു വൈറസ് പ്രസൻ്റ് ആണോ ഇല്ലയോ എന്നുള്ളതല്ല. നോയിങ് ദാറ്റ് വൈറസ് പ്രസൻറ്റ് ഈസ് നോട്ട് വാട്ട് വി റിയലി വാണ്ട് നോ. വെദർ എ വൈറസ് ഈസ് പ്രസൻറ്റ് ഓർ നോട്ട് ഈസ് വാട്ട് വി റിയലി വാണ്ട് ടു നോ. നമ്മൾ യഥാർത്ഥത്തിൽ അറിയാൻ താല്പര്യപ്പെടേണ്ടത് വൈറസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. ദാറ്റ് ഈസ് നോട്ട് വാട്ട് വി റിയലി വാണ്ട് ടു നോ. വാട്ട് വി നീഡ് ടു നോ ഈസ്, നമ്മൾ ഒന്നിനെപ്പറ്റി അറിയേണ്ട ഒരാവശ്യമുണ്ടെങ്കിൽ വാട്ട് വി നീഡ് ടു നോ ഈസ്, ക്യാൻ ദിസ് പേഴ്സൺ ട്രാൻസ്മിറ്റ് COVID-19. നമ്മൾ അറിയേണ്ടത് ഇയാൾക്കൊരു വൈറസ് ഉണ്ടെങ്കിൽ അയാൾക്ക് ഈ COVID-19 ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിയാം. മറ്റേ ഇപ്പോൾ നമ്മൾ ഉള്ളിലോട്ട് പോകുന്ന കാര്യം ഇദ്ദേഹം പറയുന്നില്ല. എന്നുവെച്ചാൽ അയാൾക്ക് ഇൻഫെക്ഷ്യസ് ആകാൻ കഴിയുമോ എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ദി മേജർ പ്രോബ്ലം. ഒരു വൈറസ് നമ്മുടെ ശരീരത്തിൽ നിങ്ങൾ കണ്ടെത്തി എന്നുള്ളത് കൊണ്ട് എല്ലാ വൈറസും ഇൻഫെക്ഷ്യസ് ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മൾ അറിയേണ്ടുന്നത് ദിസ് പർട്ടിക്കുലർ വൈറസ് that has been located, whether it is infectious or not. That is the issue. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അല്ലാതെ നമ്മളൊരു വൈറസ് കണ്ടെത്തി ഉടനെ പോസിറ്റീവ് ആണെന്ന് കണ്ട് പോസിറ്റീവ് ടെസ്റ്റ് എടുത്തു, അവൻ ഇനി എല്ലാവർക്കും രോഗം കൊടുക്കുന്നവനാണ്, അവൻ രോഗം ഒളിച്ചുകൊണ്ട് നടക്കുന്നവനാണ്, അസിംറ്റമാറ്റിക് ആണെങ്കിലും ഞാൻ പണ്ട് പറഞ്ഞല്ലോ സദാം രാസായുധം ഒളിച്ചു വെച്ചിരിക്കുമെന്ന് പറഞ്ഞിട്ടാണല്ലോ ആക്രമിച്ചത്. അതുപോലെ അവൻ ഇത് ഒളിച്ചുകൊണ്ട് കിടക്കുന്നവനാണ്, അവനെ പിടിച്ചു കിട്ടുക എന്ന് പറഞ്ഞ് നടക്കേണ്ട കാര്യമില്ല. ദി ഓൺലി പ്രോബ്ലം ഈസ് ദാറ്റ് യു ക്യാൻ ഹാവ് വൈറസ്. പ്രത്യേകിച്ച് നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ ഇതൊക്കെ എടുക്കുമ്പോഴത്തേക്ക്, സാമ്പിൾ എടുക്കുമ്പോഴത്തേക്ക് ആ സാമ്പിളിൽ ഒരുപാട് കണ്ടാമിനേഷൻ ഉണ്ടാകും, ഒരുപാട് വൈറസ് ഉണ്ടാകും, ബാക്ടീരിയ ഉണ്ടാകും, പലതും ഉണ്ടാകാം. അപ്പോൾ അതിൽ നിങ്ങൾ ഈ പറയുന്ന കൊറോണ വൈറസും ഉണ്ടാകാം. ഈ പറയുന്ന സവിശേഷതയുള്ള കൊറോണ വൈറസോ അതിൻ്റെ ജനിതക ഭേദങ്ങളോ ഇനി വരാനിരിക്കുന്ന ജനിതക ഭേദങ്ങളോ ഒക്കെ ഉണ്ടാകാം. പക്ഷേ അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്? അത് നിങ്ങളുടെ ശരീരത്തിന് പുറത്തും ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണ്? ഈസ് ഇറ്റ് ഇൻഫെക്ഷ്യസ്? ദാറ്റ് ഈസ് ദി റെലവൻറ്റ് പോയിൻറ്റ്. അതാണ് പ്രസക്തമായിട്ടുള്ള പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ
what we need to know is, can this person transmit COVID-19? Test accuracy should be defined in terms of this objective. ടെസ്റ്റ് ആക്യുറസിയെ ഡിഫൈൻ ചെയ്യേണ്ടത് ഹൗ ഫാർ ദി ലൊക്കേറ്റഡ് വൈറസ് ഈസ് ഇൻഫെക്ഷ്യസ്, ക്യാൻ ദിസ് പേഴ്സൺ ട്രാൻസ്മിറ്റ് ഡിസീസ്. ടെസ്റ്റ് ആക്യുറസി നിർണ്ണയിക്കേണ്ടത് അതിൻ്റെ ഈ ഒരു കൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് പ്രൊഫസർ ഹണ്ടർ പറയുന്നത്. അതായത് ഈസ് ദി ടെസ്റ്റ് ആക്യുറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ടെത്തിയ വൈറസ് ഇൻഫെക്ഷ്യസ് ആണോ എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുന്നതിലൂടെയാണ് നിങ്ങൾ ശരിക്ക് ടെസ്റ്റ് ആക്യുറേറ്റ് ആണോ ഇല്ലയോ എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ദി ക്രൈറ്റീരിയ. ടെസ്റ്റ് ആക്യുറസി ഷുഡ് ബി ഡിഫൈൻഡ് ഇൻ ടേംസ് ഓഫ് ദിസ് ഒബ്ജക്റ്റീവ്, നോട്ട് മിയർ വൈറൽ പ്രസൻസ്. ഒരു വൈറൽ പ്രസൻസ് കൊണ്ട് നിങ്ങൾക്ക് യാതൊരു കാരണവശാലും ടെസ്റ്റ് ആക്യുറസിയെ നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല, നിർവചിക്കാൻ പറ്റില്ല. ടെസ്റ്റിൻ്റെ കൃത്യത നിർവചിക്കാൻ ഒരു വൈറൽ പ്രസൻസ് ഉണ്ടായി എന്നുള്ളത് കൊണ്ട് നിർവചിക്കാനാവില്ല. നിങ്ങളുടെ RNA സ്ട്രാൻഡ് കണ്ടെത്തി, ശരിയാണ്, പക്ഷേ അതുകൊണ്ട് അത് ടെസ്റ്റ് ആക്യുറസി ആകുകയില്ല. ഇൻ ടേംസ് ഓഫ് ദിസ് ആൻഡ് ഇറ്റ് ഷുഡ് ബി ഡിഫൈൻഡ് ഇൻ ടേംസ് ഓഫ് ദിസ് ഒബ്ജക്റ്റീവ്. ഈ ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ ഇൻഫെക്ഷ്യസ്നെസ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നിടത്താണ് നമ്മൾ ടെസ്റ്റ് ആക്യുറസി നമ്മൾ നിശ്ചയിക്കുന്നത്. അല്ലാത്തടത്തോളം ആ ടെസ്റ്റ് ഈസ് ഇറലവൻറ്റ്. നമ്മൾ കണ്ടെത്തിയ ഒരു വൈറസ് ഇൻഫെക്ഷ്യസ് അല്ലെങ്കിൽ പിന്നെ അതിനകത്ത് എന്താ പ്രശ്നം? അപ്പോൾ അവിടെയാണ് ഈ ടെസ്റ്റ് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് വരുന്നത്, ടെസ്റ്റ് ആക്യുറേറ്റ് ആണോ നമ്മൾ നിർവചിക്കുന്നത്. നോട്ട് മിയർ വൈറൽ പ്രസൻസ്. ക്യാൻ ദി വൈറസ് ഇൻ എ സാമ്പിൾ ഇൻഫെക്റ്റ് ഹ്യൂമൻ സെൽസ് ഓർ നോട്ട്? അതായത് ഈ വൈറസിന് ഹ്യൂമൻ സെൽസിനെ ഇൻഫെക്റ്റ് ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. അവിടെയാണ് റിയൽ ടെസ്റ്റ് നടക്കുന്നത്. ഒരു വൈറസിനെ കണ്ടെത്തിയാൽ ഇതിന് എത്രത്തോളം ഹ്യൂമൻ സെൽസിനെ ഇൻഫെക്റ്റ്, അങ്ങനെ ഒരു ഗവേഷണം ഇവിടെ നടത്തിയിട്ട് നമുക്കറിയാമോ? നിങ്ങളൊരു വൈറസിനെ കണ്ടെത്തി, PCR നടത്തിയിട്ട് ഒരുപാട് പോസിറ്റീവായിട്ട് കണ്ടെത്തി, അതുകൊണ്ട് നിങ്ങൾ ടെസ്റ്റ് പോസിറ്റീവാണെന്ന് പറഞ്ഞു. പക്ഷേ ഇതിന് ഹ്യൂമൻ സെൽസിനെ ഇൻഫെക്റ്റ് ചെയ്യാനുള്ള ശേഷിയുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം, അതായത് പല വൈറസിനും പല തോതിൽ തന്നെ കഴിയും, പക്ഷേ അതിന് കഴിയുമോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അത് ടെസ്റ്റ് ചെയ്തിട്ടില്ല. അതിനുള്ള ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റ് വരുമ്പോഴാണ് അതിൻ്റെ ടെസ്റ്റ് ആക്യുറസി വരുന്നത്. ആ ടെസ്റ്റ് നടത്തി കഴിയുമ്പോൾ അതിന് പറയാൻ കഴിയണം, ഈ പറഞ്ഞതുപോലെ ദീസ് ഓർഗാനിസം, അല്ലെങ്കിൽ ഓർഗാനിസം എന്ന് തന്നെ പറയാൻ പറ്റില്ലല്ലോ വൈറസിന്. അപ്പോൾ ആ വൈറസിന് ഇറ്റ് മേ ഇൻഫെക്റ്റ് ഹ്യൂമൻ സെൽസ് എന്ന് ഈ ടെസ്റ്റ് നടത്തിയതിന് ഈ വൈറൽ ഒരു പ്രസൻസ് കണ്ടതുകൊണ്ടായില്ല. ആ വൈറൽ പ്രസൻസ് ഇൻഫെക്ഷ്യസ് ആണെന്നും അത് ഹ്യൂമൻ സെൽസിനെ ഇൻഫെക്റ്റ് ചെയ്യുമെന്നും ഈ ടെസ്റ്റിലൂടെ തെളിയിക്കപ്പെടുമ്പോൾ മാത്രമേ ടെസ്റ്റിന് ആക്യുറസി ഉണ്ടാകൂ. അല്ലാതെ ഒരു വൈറൽ പ്രസൻസ് കഴിഞ്ഞുകൊണ്ട് ടെസ്റ്റ് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ടെസ്റ്റ് പോസിറ്റീവ് എന്ന് പറയുന്നതിന് യാതൊരു വാല്യൂവും ഇല്ല, ഒരർത്ഥവുമില്ല. ഇത് എങ്ങനെയാണ് മനുഷ്യ സെൽസിനെ ഇൻഫെക്റ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നിടത്ത് മാത്രമേ അതിന് വാല്യൂ ഉണ്ടാകുന്നുള്ളൂ. പിന്നെ അയാൾ പറഞ്ഞിരിക്കുന്നത്, എനിക്കത് വളരെ കൃത്യമായിട്ട് മനസ്സിലായില്ല, PCR's ഗ്രേറ്റർ ആക്യുറസി ടെസ്റ്റ്, അതായത് ഗ്രേറ്റർ ആക്യുറസിക്ക് വേണ്ടി അവർ നടത്തുന്ന ടെസ്റ്റ്, ഗ്രേറ്റർ ആക്യുറസി ഡിറ്റക്ട്സ് വൈറൽ ലോഡ്. അവർ നടത്തുന്ന ഈ ഗ്രേറ്റർ ആക്യുറസിക്ക് വേണ്ടി നടക്കുന്ന ടെസ്റ്റ് വൈറൽ ലോഡിനെ ഫാർ ബിലോ ദി ലെവൽ, അതായത് അവർ കണ്ടെത്തുന്ന വൈറൽ ലോഡ് ഫാർ ബിലോ ദി ലെവൽ, അതായത് ഒരു വൈറൽ ലോഡ് നമ്മുടെ ശരീരത്തുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് അത് ഒരു ലെവൽ കഴിഞ്ഞാൽ അത് നമ്മുടെ മറ്റുള്ള സെൽസിനെ ഇൻഫെക്റ്റ് ചെയ്യും. അതായത് വിശദീകരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളൊരു ടെസ്റ്റ് നടത്തി, PCR ടെസ്റ്റ് നടത്തി, വൈറസിനെ കണ്ടെത്തി. അപ്പോൾ ആ വൈറസിൻ്റെ വൈറൽ ലോഡുണ്ട്, എത്രത്തോളം ഉണ്ടെന്നുള്ളത് അത് ഈ PCR ടെസ്റ്റിൽ കൂടെ കണ്ടെത്താൻ പറ്റും. വൈറൽ ലോഡ് എന്ന് പറയുന്നത് PCR ടെസ്റ്റിൽ കണ്ടെത്തുന്ന വൈറൽ ലോഡ് ഫാർ ബിലോ ദി ലെവൽ, അതായത് ഇൻഫെക്ഷന് വേണ്ടുന്ന ലെവലിലുള്ള ഈ വൈറൽ ലോഡുള്ള ഇതിനെ നമ്മൾ കണ്ടെത്തിയിട്ടില്ല.
അതാ പറഞ്ഞിരിക്കുന്നത്. അതായത് അത്രയും വൈറൽ ലോഡ് ഉണ്ടെങ്കിലേ ഇൻഫെക്ഷൻ സാധ്യമാകൂ. ദി വൈറസ് ഈസ് കേപ്പബിൾ ഓഫ് ആൻ ഇൻഫെക്ഷൻ ഇഫ് ഓൺലി എ പർട്ടിക്കുലർ വൈറൽ ലോഡ് ഈസ് ദെയർ. ആ വൈറൽ ലോഡ് ഫാർ ബിലോ ഈ PCR ടെസ്റ്റിൽ വരുന്നതെല്ലാം വളരെ താണ തലത്തിൽ നിൽക്കുന്ന വൈറൽ ലോഡാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് PCR ടെസ്റ്റിൽ കൂടെ. അങ്ങനെ വരുമ്പോൾ ആൻഡ് ദസ് ഇൻകറക്റ്റ്ലി ഐഡൻറ്റിഫൈസ് മെനി ഇൻഡിവിജ്വൽസ്. അപ്പോൾ ഈ കുറഞ്ഞ വൈറൽ ലോഡുള്ള ഒരുപാട് പേരെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ആസ് ഇൻഫെക്ഷ്യസ്, അവരെ നമ്മൾ ഇൻഫെക്ഷ്യസ് ആയിട്ട് കണക്കാക്കുകയും ആൻഡ് റിയലി ദേ ആർ നോട്ട് ഇൻഫെക്ഷ്യസ്, അവർ ഇൻഫെക്ഷ്യസ് അല്ലാതിരിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഇതിനെപ്പറ്റി നടത്തിയ പഠനങ്ങൾ നമ്മോട് പറയുന്നത്. ഇത് നമ്മളിവിടെ ഇന്നിപ്പോൾ ഒന്നല്ല, ഒരു കാലത്തും നമ്മൾ ഈ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ നമ്മുടെ ഈ ഭയങ്കര ഈ ഗവേഷണ വിദഗ്ധന്മാരും പണ്ഡിതന്മാരും വിദഗ്ധന്മാരുടെ ഒരു പ്രളയമാണ്. വിദഗ്ധന്മാരുടെ കൈകാലുകളിൽ തട്ടി അതൊന്നുമല്ല. ഒരു ലേമാന് ഒരു അന്വേഷണം നടത്തിയ കണ്ടെത്താൻ കഴിയുന്നതും മനസ്സിലാക്കാൻ കഴിയുന്നതുമായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ലോകം മുഴുവനതിനെപ്പറ്റി ഗവേഷണം നടത്തുകയാണ്. ഗവേഷണം നടത്തിയിട്ട് അവർ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താണ്? ഇൻഫെക്ഷൻ ഇല്ലാത്തവരെ എല്ലാം ഇൻഫെക്ഷ്യസ് ആക്കുന്ന തരത്തിൽ നിങ്ങൾ ടെസ്റ്റ് ആക്യുറസിയിൽ കൃത്യമായ ഒരു ശ്രദ്ധ കാണിക്കുന്നില്ല. അതിൻ്റെ ഫലമായിട്ട് വലിയ വലിയ ജനക്കൂട്ടങ്ങളെ, ഇൻഫെക്ഷ്യസ് അല്ലാത്ത ജനക്കൂട്ടങ്ങളെ നിങ്ങൾ തടവിലാക്കുന്നു. അത് പാടില്ല എന്നാണ് ഇവരൊക്കെ ഒറ്റ സ്വരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ ടെസ്റ്റിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ച് ഇന്നലത്തത് 96,000 കുറഞ്ഞുപോയി. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച അത്ര ആളുകളെ കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസത്തെ ഈ കച്ചവടത്തിൻ്റെ ലാഭം കണക്കാക്കുന്ന പോലെയാണ്. ഇന്ന് ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ടായിട്ട് ഒരു ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് ഒന്ന് കൂടി വന്ന് ഇത്രയും പേരെ കിട്ടണം. ഇത്രയും പേരെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതുകൊണ്ട് ഒരു ലാഭം ഉണ്ടാവും. അപ്പോൾ ആ ലാഭം പ്രതീക്ഷിച്ച പോലെ ഇന്നലെ ഉണ്ടായില്ല. ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ട് 96,000 പേരെ മാത്രമേ ഉപദ്രവിക്കാൻ പറ്റുകയുള്ളൂ. 96,000 പേരെ കിട്ടിയുള്ളൂ. ഇനി നമ്മൾ ഈ രോഗം വ്യാപിപ്പിക്കാൻ വേണ്ടിയുള്ള കുറേ വൈറസിനെയൊക്കെ ഉള്ള ടെസ്റ്റ് കിറ്റുകളൊക്കെ ആളുകളുടെ ഈ സ്വാദം പരീക്ഷിക്കുന്നിടത്തൊക്കെ കൊണ്ട് ചെന്ന് അത് വെച്ച് അതൊക്കെ ചെയ്യുകയും ആ തരത്തിൽ നമ്മുടേതായിട്ടുള്ള ഒരു ഈ പറഞ്ഞില്ലേ അവിദഗ്ധമായിട്ടുള്ള സമ്പ്രദായങ്ങളിലൂടെ നമ്മൾ കൂടുതൽ പേരിൽ ഇത് വ്യാപിപ്പിക്കുകയും ആ വ്യാപനത്തിൻ്റെ ഭീതിയിൽ, മരണഭീതിയിൽ ജനങ്ങൾ ആശുപത്രിയിലേക്ക് തള്ളിക്കയറുകയും അവർക്ക് ശ്വാസം മുട്ടലുണ്ടാകുകയും അവർക്കില്ലാത്ത രോഗങ്ങളൊക്കെ ഉണ്ടായി വരികയും അവർ ഈ പറഞ്ഞതുപോലെ ന്യൂമോണിയ പിടിച്ച് മരിക്കുകയും, ന്യൂമോണിയ പിടിച്ച് മരിക്കുന്നവർക്ക് ഈ ഓക്സിജൻ കൊടുക്കാത്തതുകൊണ്ടൊന്നുമല്ല മരിക്കുന്നത്. ഓക്സിജൻ കൊടുത്തതെന്നും പറഞ്ഞ് ന്യൂമോണിയ പിടിപെട്ടവർ മരിക്കുകയൊന്നുമില്ല, അവർക്കുണ്ടാകുന്ന ന്യൂമോണിയയാണ്. അതായത് ഈ തരത്തിൽ ഒരുപാട് പ്രഷറും സ്ട്രെസ്സും ഒക്കെ ഉണ്ടായി വലിയ തിക്കും തിരക്കുമായിട്ട് വരുന്ന ശ്വാസകോശ രോഗങ്ങളുള്ളവർ കൂട്ടത്തോടെ ഒരു സ്ഥലത്തേക്ക് അങ്ങോട്ട് പാഞ്ഞു കയറുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് അവരൊക്കെ ന്യൂമോണിക്കായിട്ട് മാറും. പനി കടുത്ത പനി കൺട്രോൾഡ് വരുമ്പോഴത്തേക്ക് അത് ന്യൂമോണിയ ആയിട്ട് മാറും. അത് എപ്പോഴും വരുന്നത് വളരെ ഹോസ്റ്റൈൽ എൻവയൺമെൻറ്റ് വരുമ്പോഴാണ്. അതായതിപ്പോൾ നിങ്ങൾക്ക് ചെറിയ ന്യൂമോണിയ ബാധയുണ്ടെന്നുണ്ടെങ്കിൽ വളരെ കൺജീനിയലായിട്ടുള്ളൊരു എൻവയൺമെൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും. പക്ഷേ നിങ്ങളൊരു വലിയ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഒരു ചെറിയ ന്യൂമോണിക് ട്രീറ്റുമായിട്ട് കൊണ്ട് തള്ളപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് വേണ്ടത്ര രീതിയിൽ പ്രൊട്ടക്ഷൻ കിട്ടില്ല. ന്യൂമോണിയ അത് കൂടിക്കൊണ്ടിരിക്കും. ന്യൂമോണിയ കൂടുമ്പോഴത്തേക്ക് ശ്വാസതടസ്സം ഉണ്ടാകും, ശ്വാസം കിട്ടാതെ വരും. ഉടനെ തന്നെ നമ്മളെ വെൻറ്റിലേറ്ററിൽ എടുത്തിട്ടെന്നും പറഞ്ഞ് ന്യൂമോണിയ ഇല്ലാതിരിക്കാൻ പറ്റില്ല. ന്യൂമോണിയയ്ക്ക് വേണ്ടുന്ന ചികിത്സയും അതിപ്പോൾ മിക്കവാറും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ടായിരിക്കും വരുന്നത്. വൈറൽ ഇൻഫെക്ഷൻ വളരെ അപൂർവമായിട്ടേ ഉള്ളൂ. അപ്പോൾ അത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ട്, അതിൻ്റെ ആൻറ്റിബയോട്ടിക്സ് ഉണ്ട്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ രക്ഷപ്പെടും. അതിന് പകരം അവരെ ഉടനെ പിടിച്ച് ഈ വെൻറ്റിലേറ്ററിൽ കിടത്തണമെന്നോ അല്ലെങ്കിൽ അവർക്ക് ഉടനെ ഓക്സിജൻ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്സിജൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇതങ്ങ് കൂടി വരുമ്പോഴാണ്. അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ശുശ്രൂഷ നടത്താൻ വേണ്ടിയുള്ള യാതൊരു സൗകര്യവും നമ്മുടെ ഹോസ്പിറ്റലുകളിൽ ഇല്ല. നിങ്ങൾ ഇല്ലാതാക്കി എന്ന് പറഞ്ഞാൽ അത് പിണറായി വിജയൻ മാത്രം ഇവിടെ ചെയ്തതെന്നുള്ളതല്ല. പിണറായി വിജയൻ എത്ര ശ്രമിച്ചിട്ടും ഇവിടെ അത് നടന്നിട്ടില്ല. മറ്റുള്ളത് പലയിടത്തും അവർക്ക് സാധിച്ചു. അപ്പോൾ കേരളം ഒരു മാതൃകയാകുന്നത് ഇതിൽ നിന്ന് പിന്തിരിഞ്ഞ് നിന്നുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ, ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള കാര്യങ്ങൾ ഔചിത്യത്തോടെ ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു മര്യാദ ഇനിയെങ്കിലും കാണിച്ചില്ലെങ്കിൽ ഞാൻ നാളെയും 1,00,000 പേരെ ടെസ്റ്റിന് വിധേയമാക്കും എന്ന് പറയുന്ന ആ വൃത്തികെട്ട അഹങ്കാരമുണ്ടല്ലോ,
അത് മനുഷ്യരാശിയോടുള്ള വെല്ലുവിളിയാണ്, മനുഷ്യ സംസ്കാരത്തോടുള്ള വെല്ലുവിളിയാണ്, മനുഷ്യത്വത്തോടുള്ള വെല്ലുവിളിയാണ്, നിർദ്ദയമായ ഒരു അഹന്തയുടെ വെല്ലുവിളിയാണ്. അത് നിങ്ങളെ തുടർന്നുകൊണ്ടിരിക്കുന്നത്, നിങ്ങളെ തുടരും. നിങ്ങൾ എവിടം വരെ പോകുമെന്നറിയാമല്ലോ. നമ്മുടെ കേരള ജനത മരിക്കുമോ അതിജീവിക്കുമോ എന്ന് നോക്കാം. ആരാണ് ചരിത്രത്തിൽ ബാക്കി നിൽക്കുന്നത്? ജനങ്ങളാണോ? സ്വേച്ഛാധിപതികളായ കച്ചവടക്കാരാണോ? ഇപ്പം ഞാൻ ഭരണാധികാരി എന്ന് നിങ്ങളെ വിളിക്കാൻ എനിക്ക് ലജ്ജയുണ്ട്, ഞാൻ അങ്ങനെ വിളിക്കുന്നില്ല. കച്ചവടക്കാരാ നിങ്ങൾ? ആണോ ഈ ജനതയാണോ ജയിക്കുന്നതെന്ന് ചരിത്രം വിധിയെഴുതും. അതാണൊരു വിധിയെഴുത്ത്, യഥാർത്ഥ വിധിയെഴുത്ത്. ആ വിധിയെഴുത്ത് ഉണ്ടാവും. അതുകൊണ്ട് ഇനി നാളെ നിങ്ങൾ 1,00,000 പകരം 2,00,000 പേരെ നിങ്ങൾ ക്രൂശിച്ചാലും ഇവിടെ ജനങ്ങൾ ഇവിടെ ബാക്കിയുണ്ടാകും. ഒരു കാലത്തല്ലെങ്കിൽ മറ്റൊരു കാലത്ത് എനിക്ക് സൗകര്യപ്പെടുമ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഒരു പുസ്തകമാക്കി പ്രസിദ്ധീകരിക്കും. ഇപ്പം എനിക്കതിന് കഴിയില്ല, പല കാരണങ്ങളുമുണ്ട്. പ്രസിദ്ധീകരിക്കും. ആര് വായിച്ചാലും വായിച്ചില്ലെങ്കിലും അതൊരു രേഖയായിട്ട് കിടക്കും. നിങ്ങൾ നടത്തിയ ചതിയും കുതികാൽവെട്ടും രാഷ്ട്രീയമായിട്ട് നിങ്ങൾ നടത്തിയ സംഹാര പ്രക്രിയകളൊന്നും ഇതിനകത്ത് പ്രശ്നമില്ല. നിങ്ങൾ ഈ പല ഏർപ്പാടുകളിലൂടെയും പലതരത്തിലും പണമുണ്ടാക്കിയതൊന്നും പ്രശ്നമല്ല. അതൊന്നുമല്ല പ്രശ്നം. നിങ്ങൾ മനുഷ്യൻ്റെ ജീവൻ കൊണ്ട് കളിക്കുന്നത് മനഃപൂർവ്വമാണ്. അതാണ് എന്നെ വേദനിപ്പിക്കുന്നത്. മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇതൊന്നും അറിയാതെയാണ് ചെയ്യുന്നത്, മുകളിൽ പറഞ്ഞു എന്നുള്ളതുകൊണ്ടാണ് ചെയ്യുന്നത്. നിങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ ടെസ്റ്റ് കിറ്റുകളുടെ ലാഭം കൊയ്യാൻ വേണ്ടി, മാസ്കുകളുടെ ലാഭം കൊയ്യാൻ വേണ്ടി, ഇതുമായിട്ട് ബന്ധപ്പെട്ട കോവിഡ് കമ്പോളത്തിൽ നിന്ന് പരമാവധി ലാഭം കൊയ്യാൻ വേണ്ടി ആണ് നിങ്ങളിത് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് ഒരു കച്ചവടക്കാരനും ഒരു ഷൈലോക്കും നിങ്ങളെക്കാളും ദയാശൂന്യനല്ല എന്ന് ഞാൻ ഈ അവസരത്തിൽ വളരെ വ്യക്തമായി നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. നിങ്ങളെ ഞങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കി എന്ന് ഒരു കാലം നിങ്ങളോട് വിളിച്ചു പറയും. തീർച്ചയായും അത് കേൾക്കാൻ ഞാനുണ്ടായില്ലെങ്കിൽ നിങ്ങളോ നിങ്ങളുടെ കുട്ടികളോ ഉണ്ടാകും, ഉറപ്പാണ്.